നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു തുടങ്ങിയ ആ സന്ദേശത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യോശുവയുടെ പുസ്തകത്തിൽ നിന്നും ഒരു ഭാഗം വായിച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന ഒരു ആശയം പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ ഈ ആത്മീയ ക്ലാസ് ആരംഭിച്ചത്. അതിന്റെ അടുത്ത ഘട്ടമായി വെൻ മാരേജ്, ദേവദാസൻ അധ്യക്ഷ പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ എപ്പോഴാ വിവാഹം കഴിക്കേണ്ടത് എന്ന ഒരു ഹെഡിങ് എഴുതിക്കൊണ്ട് നമ്മൾ നിർത്തുകയായിരുന്നു. ഒരു വചനം നമ്മൾ വായിച്ചുകൊണ്ട് ഈ രാത്രിയിലും ആരംഭിക്കുന്നു. 127 സങ്കീർത്തനം 1 വാക്യം ഒരാൾക്ക് വായിച്ച് കേൾപ്പിക്കാം. 127 സങ്കീർത്തനം 1 വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ഏകദേശം അരമണിക്കൂറോളം അങ്ങയുടെ ആത്മസാന്നിധ്യത്തിൽ ആരാധനയ്ക്കകത്ത് ഞങ്ങളെ ഇരുത്തി അങ്ങയുടെ മഹത്വവും മുഖപ്രകാശവും കാണുവാൻ ഭാഗ്യം നൽകി. ഇപ്പോഴും വായിച്ച വചനത്തിന്റെ പൊരുളുകൾ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ. വലിയ ദൈവപ്രവർത്തി കുടുംബങ്ങളിൽ നടക്കണം. ആത്മാവിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൈശാചികമായ അടിവേരുകൾ ദൈവം തകർത്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങളെ പണിയണം. എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്നു, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 127 സങ്കീർത്തനം 1 വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. വീഡിയോയിൽ ഇരിക്കാൻ കഴിയുന്നവരെല്ലാം വീഡിയോയിൽ ഇരുന്നാൽ വളരെ സന്തോഷമാണ്. നിങ്ങളുടെ സാഹചര്യം എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക. യഹോവയായ ദൈവം വീട് പണിയുന്നു. ഭൗതികമായ ഒരു ഭവനമല്ല. ദൈവം പണിയുന്നത് ജീവിതം എന്ന വീടാണ്. നമുക്ക് താമസിക്കാൻ നമ്മുടെ പണം, നമ്മുടെ ബുദ്ധി ഒക്കെ കൊണ്ട് മനോഹരമായ വീടുകൾ പണിയാൻ കഴിയും. അതിനകത്ത് പാർക്കാനും കഴിയും. പക്ഷെങ്കിൽ ജീവിതം എന്നൊരു വീട് അത് ദൈവമാണ് പണിയേണ്ടത്. ആ ജീവിതം എന്ന വീടിന്റെ പണി ശരിക്കും ആരംഭിക്കുന്നത് വിവാഹത്തിലൂടെയാണ്. ഈ വിവാഹം എപ്പോഴായിരിക്കണം എന്നതാണ് ചോദ്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം 24 വായിക്കുന്നത്, സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ വിവാഹം നടന്നു എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യനായ ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിക്കുന്നത് ശിശുക്കളായിട്ട്. നമ്മളെല്ലാം ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും ശിശുക്കളായി ജനിച്ച് സയന്റിഫിക്കലി നമ്മൾ വളർന്നവരാണ്. അങ്ങനെ മെച്യൂർ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വിവാഹം നടക്കും. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ആദാമും ഹവ്വയും ശിശുക്കളായിട്ടല്ലായിരുന്നു ഉണ്ടാക്കപ്പെട്ടത്. നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പുരുഷനും സ്ത്രീയുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യ വിവാഹം സൃഷ്ടിപ്പിൽ തന്നെ നടന്നു എന്നാണ് 2-ാം അധ്യായം 24 വായിക്കുന്നത്. കാരണം അവർ കുഞ്ഞുങ്ങളല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യം അനുസരിച്ച് ദൈവം വിവാഹത്തിനായി ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും തമ്മിൽ യോജിപ്പിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ പിരിക്കരുത്. അപ്പോ ഇരു കുടുംബങ്ങളിൽ ജനിച്ച് വളർക്കപ്പെടുന്ന ഇരുവരെ ഒരു കുടുംബമായിട്ട് യോജിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. അപ്പൊ വിവാഹം ഏർപ്പെടുത്തി തരേണ്ടത്, വധുവരന്മാരെ ഒത്തുചേന്മാരാക്കേണ്ടത് ദൈവമാണ് എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എങ്കിലും എപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷന് വിവാഹത്തിലേക്ക് പ്രവേശിക്കാം? പ്രത്യേക സമയമൊന്നും ബൈബിളിൽ വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ബൈബിൾ വായിക്കുമ്പോൾ വിവാഹത്തിനായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ നമ്മൾ ബൈബിൾ വായനയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ആ സമയം എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഈ ഉൽപ്പത്തി പുസ്തകം 2:24 വായിക്കുമ്പോൾ
സ്വയം കുടുംബം നയിക്കാനുള്ള വൈകാരികവും സാമ്പത്തികവുമായ ഒരു പക്വത ഒരു പുരുഷനുണ്ടാകും. വിവാഹം എപ്പോൾ കഴിക്കാന്ന് ചോദിച്ചാൽ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ മെച്യൂരിറ്റിയാണ്. ഇമോഷണൽ ആയിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഇതെപ്പോഴാ ലഭിക്കുന്നത്? ഒരു പുരുഷൻ തന്റെ കുടുംബത്തെ നന്നായി നയിക്കത്തക്ക രീതിയിലുള്ള പ്രാഗൽഭ്യം ഉണ്ടാകുമ്പോൾ. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഈ വായിച്ച വാക്യത്തിന് അടിസ്ഥാനത്ത് ഒരു പുരുഷൻ ഹസ്ബൻഡ് എന്ന സ്ഥാനത്തിലേക്ക് എത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ഒന്നാമതായി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇൻഡിപെൻഡന്റ് ആയിട്ട് അമ്മയും അച്ഛന്റെയും സഹായം കൂടാതെ മറ്റാരുടെയും സപ്പോർട്ട് ഇല്ലാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്റെ കുടുംബത്തെ സംരക്ഷിക്കാനും പോറ്റാനും പുലർത്താനുമുള്ള ഒരവസ്ഥയിലേക്ക് താൻ എത്തപ്പെടണം. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തമായി ജോലി ചെയ്യണം. അതാണ് ഒന്നാമത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ? പുരുഷൻ 2:24 വായിക്കുന്നത് അമ്മയും അപ്പനെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോടെ പറ്റിച്ചേരുകയും തന്റെ കുടുംബത്തെ പോറ്റുകയും ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റുഡന്റ് ആയിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. ഒരു സ്റ്റുഡന്റിന് ഒരിക്കലും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു മെച്യൂർ സ്റ്റേജ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ജോലി, അല്ലെ? സ്വന്തമായിട്ട് തന്റെ കുടുംബത്തെ നിലനിർത്താനുള്ള ഒരു പ്രാഗൽഭ്യം. നടുകടലിൽ നിൽക്കുന്ന ഒരു പടക് അത് എല്ലാ തിരമാലകളെയും അലകളെയും അതിജയിച്ച് നിൽക്കുന്നത് പോലെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ മെച്യൂരിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇത് രണ്ടും വിവാഹപ്രാപ്തിയിൽ ഒരു പുള്ളി എത്തിക്കഴിഞ്ഞു എന്ന് ഓട്ടോമാറ്റിക്കലി കാണത്തക്ക രീതിയിൽ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ സ്വന്തമായി അധ്വാനിച്ച് ഒരു വരുമാനം അദ്ദേഹത്തിന് ഉണ്ടായി തുടങ്ങും. 2, പ്രശ്നങ്ങൾ വന്നാൽ പരിഹരിക്കാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിന് ലഭിക്കും. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 9-ാം വാക്യം അനുസരിച്ച് നമ്മള് ടെംപ്റ്റേഷനുകളെ, when you are unable to overcome moral temptation, വികാരങ്ങളെ നിലനിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരും. യൗവനക്കാർ എത്തിച്ചേരുമ്പോ ഓട്ടോമാറ്റിക്കലി അവരുടെ ഹൃദയം, അവരുടെ ഭൗതിക ശരീരത്തിന്റെ അവസ്ഥകൾ ഒരു വിവാഹത്തിന്റെ ആവശ്യകത വെളിപ്പെടുത്തും. അത് പുരുഷനായാലും പെൺകുട്ടിക്കായാലും. കാരണം അവർക്ക് ഈ ഭൗതികമായ ശരീരത്തിന്റെ അവസ്ഥകളെ അതിജയിച്ച് പിന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടെന്ന് അവർക്ക് സ്വയം മനസ്സിലാവും. ടെംപ്റ്റേഷൻസ് അവർക്ക് വർദ്ധിക്കും. അപ്പൊ ആ ഒരു സ്റ്റേജ് ദൈവം നമ്മളെ വിവാഹത്തിലേക്ക് കരം പിടിച്ച് നടത്തുകയാണെന്ന് തിരിച്ചറിയാൻ അതൊരു മുഖാന്തരമായി തീരും. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്ത ഒരു സമയം. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 9-ാം വാക്യമാണ്. റെഫറൻസ് വായിക്കാതെ ഞാൻ പറഞ്ഞു പോകുന്നത് കൂടുതൽ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി. 3-മതായി, ഇൻ ഗോഡ്സ് ടൈം, ദൈവത്തിന്റെ സമയത്താണ് വിവാഹം നടക്കുക. സഭാപ്രസംഗി 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, എല്ലാറ്റിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു സമയം വെച്ചിട്ടുണ്ട്. എടുത്തു ചാട്ടാൻ പാടില്ല. പൊതുവെ വിവാഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അപ്പച്ചൻ പാസ്റ്റർമാർ പറയുന്ന 3 പദപ്രയോഗങ്ങളുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും, അല്ലെ? ആവേശം, പ്രവേശം, പരവേശം. എന്താണ് ഈ ആവേശം? ആവേശം എന്ന് പറഞ്ഞാൽ എന്ന് എന്റെ കല്യാണം നടക്കും, എന്ന് എന്റെ കല്യാണം നടക്കും. ഓരോ വിവാഹ വീട്ടിലും പോയേച്ച് അവിടെ ഇരുന്നുകൊണ്ട് പിള്ളേർ പറയും, എന്ന് ഇതുപോലെ ഉടുത്തൊരുങ്ങി എനിക്ക് ഇരിക്കാൻ പറ്റും, എങ്ങനെ ഇതുപോലെ ഒരു പെങ്കൊച്ച് എന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കും, അല്ലെ? ഇതിന്റെ പേരാണ് ആവേശം. എപ്പോ എന്റെ വിവാഹം നടക്കും 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 എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. ഇനി 2-ാം ഘട്ടം എന്തുവാ? പ്രവേശം എന്ന് പറഞ്ഞാൽ മാരേജ് ഡേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ്
ഒന്ന് ബർത്ത്ഡേ, 2 ഡെത്ത് ഡേ, ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ദിവസമാണ് മാരേജ് ഡേ, അല്ലെ? ജനന ദിവസം, ബർത്ത്ഡേ, നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം ചിരിക്കുന്ന ദിവസമാണ്, സന്തോഷം. ഡെത്ത് ഡേ, നമ്മളെ പകയ്ക്കുന്നവരെല്ലാം ചിരിക്കുന്ന ദിവസമാണ്, സന്തോഷം. മാരേജ് ഡേ മാത്രമാണ് ശരിക്കും ഒരു പുരുഷൻ ഭാര്യ, അല്ലെ, സ്ത്രീ പുരുഷൻ സന്തോഷിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് മാരേജ് ഡേ മാത്രം തന്നെയാണ്. അപ്പൊ അതാണ് പ്രവേശം. അന്ന് ഭയങ്കര കൊണ്ടാട്ടമായിരിക്കും, സന്തോഷമായിരിക്കും. ഒരു എഴുത്തുകാരൻ പറയുന്നത് മാരേജ് ഡേ ഈസ് ദ ഒൺലി ഹോളിഡേ ഇൻ ലൈഫ് ടൈം. ജീവിതത്തിലെ ഹോളിഡേ എന്ന് പറയുന്ന ഒരേ ഒരു ദിവസം മാരേജ് ഡേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് മാത്രം ആരും ജോലിക്ക് പോവില്ല. എന്തെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പൊ ആ അവസ്ഥയൊക്കെ മാറി വരുന്നു. അന്നും ജോലിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകുന്ന ആളുകൾ എന്ന നിലയിലേക്ക് ഇന്നത്തെ ലോകം മാറി. ഓക്കെ, മൂന്നാമതായി പരവേശം. വിവാഹം കഴിഞ്ഞ ആളുകളെ കണ്ടിട്ടുണ്ടോ? അവർക്ക് പെട്ടുപോയല്ലോ എന്നാണ് ചിലരൊക്കെ. ഒരിക്കലും വിചാരിച്ചില്ല ഈ മനുഷ്യൻ ഇങ്ങനെ ആയിരിക്കും, ഒരിക്കലും വിചാരിച്ചില്ല ഇവള് ഇങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ഓർത്ത് പരവേശം കൊണ്ട് കുറെ ആളുകളെങ്കിലും ഇന്ന് ജീവിക്കുന്നുണ്ട്, അല്ലെ? ദൈവത്തെ അറിയാത്തവരാണ് ഏറ്റവും കൂടുതൽ പരവേശം പിടിച്ച് നടക്കുന്നത്. ഡിവോഴ്സ് ഒക്കെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളെ സമൂഹത്തിൽ കാണുന്നില്ലേ? അവരാണ് ഈ മൂന്നാമത്തെ കൂട്ടരെന്നറിയാം. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ആരും വിവാഹത്തിലേക്ക് എടുത്തു ചാടാൻ പാടില്ല. വിവാഹം എല്ലാവർക്കും മാന്യമാണ്, വിവാഹം വേണം, പക്ഷെങ്കിൽ അതിലേക്ക് എടുത്തു ചാടരുത്. നമ്മൾ കാത്തിരിക്കണം, ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കണം. അതാ സഭാപ്രസംഗി പറയുന്നത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദൈവം നമ്മുടെ വിവാഹത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയണം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് ദൈവസമയത്തിൽ വിവാഹം കഴിച്ച ഒരു ഫാമിലിയെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇസഹാക്കിന്റെ ഫാമിലി, അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക്. ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 24, 24-ാം അധ്യായം മുഴുവനും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനകത്ത് 3 കാലഘട്ടങ്ങളെ കാണാൻ കഴിയും. 3 ടൈം പീരീഡ് ഇൻ ദ ലൈഫ് ഓഫ് ഐസക്. ഇസഹാക്കിന്റെ ജീവിതത്തിലെ 3 കാലഘട്ടം വളരെ ശ്രദ്ധേയമാണ്. നമ്പർ 1, ദ ടൈം ഓഫ് വെയിറ്റിംഗ്. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക, അതാണ് ഒന്നാമത്തെ കാലഘട്ടം, കാത്തിരിപ്പിന്റെ സമയം. ഇസഹാക്കിന്റെ വിവാഹം നടന്നത് എപ്പോഴാണ്? 40-ാം വയസ്സിലാണ്. അന്നത്തെ ആചാരം അനുസരിച്ച് ഇസഹാക്കും അബ്രഹാമും ഒക്കെ അന്ന് ജീവിച്ചിരുന്ന ആ കാലം എന്ന് പറയുന്നത് ഈ 40 വയസ്സ് വളരെ വൈകിയ കാലം. കാരണം 20 വയസ്സ് മുതൽ അന്ന് ആ കൾച്ചറിൽ വിവാഹം നടക്കുമായിരുന്നു പുരുഷർക്ക്. എന്നാൽ അബ്രഹാം തന്റെ മകന് 40 വയസ്സ് വരെ വിവാഹം ആലോചിച്ചില്ല. ഇസഹാക്കും വിവാഹത്തിനായി യാതൊരു പ്രയത്നവും ചെയ്തില്ല. തിങ്ക് അബൌട്ട് ഇറ്റ്, 40 ഇയേഴ്സ്. 40 വയസ്സെന്ന് പറയുമ്പോൾ വലിയൊരു വയസ്സാണ്, അല്ലെ? ഇന്നത്തെ കാലത്താണേല് പിള്ളേർ കിട്ടാനേ ബുദ്ധിമുട്ടാണ് 40 കഴിഞ്ഞാൽ. 2ാം കല്യാണമൊക്കെ നടക്കുള്ളൂ. കാരണം 25, 28, 30 വയസ്സിനകം മിക്കവാറും പെൺകുട്ടികൾക്കെല്ലാം വിവാഹം നടക്കും. അപ്പോ 40 വയസ്സായിട്ടും എന്തുകൊണ്ട് ഇസഹാക്കിന് വിവാഹം കഴിപ്പിച്ചില്ലെന്ന് നിങ്ങൾ ആ ഭാഗം ക്ലാസ് കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. അവർ പാർത്തിരുന്ന കനാൻ ദേശത്തിലെ ആളുകളെല്ലാം വിശ്വാസികളായിരുന്നു, അന്യദേവന്മാരെ ആരാധിക്കുന്നവരായിരുന്നു, സത്യദൈവത്തെ ആരാധിക്കുന്നവർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വിവാഹം എന്റെ മകന് നടക്കണം എന്ന നിർബന്ധം ദൈവവിശ്വാസിയായ അബ്രഹാമിനുണ്ടായിരുന്നു. ഇസഹാക്കും എന്റെ പിതാവ് ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം എന്റെ വിവാഹ ഭാര്യ എന്ന് അദ്ദേഹം കാത്തിരുന്നു. കണ്ണിൽ കണ്ടതും കേട്ടതും സ്കൂളിൽ കോളേജിൽ പരിചയപ്പെട്ടതും ബസ്സിൽ, വഴിയിൽ, മാളിൽ, മാർക്കറ്റിൽ, ക്ലബിൽ, അല്ലെ, ട്യൂഷൻ ക്ലാസ്സിൽ ഒക്കെ പരിചയപ്പെട്ടവരെല്ലാം വിവാഹം കഴിക്കേണ്ടത്. അതൊന്നും ദൈവഹിതമല്ല. അതെല്ലാം നമ്മുടെ കാഴ്ചയാൽ മറ്റും തിരഞ്ഞെടുക്കാൻ പറ്റും, പക്ഷെങ്കിൽ അതൊരു വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കില്ല. നമ്മൾ വിവാഹ ഭാര്യയായി പുരുഷനായി തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക്
ഒരു ക്വാളിറ്റി എങ്കിലും ഉണ്ടാകണം. ഒരുപാട് വേണ്ട, ഒന്നെങ്കിലും ഉണ്ടാകണം. അതെന്നാന്ന് ചോദിച്ചാൽ എന്നെക്കാളും ദൈവത്തെ അധികം സ്നേഹിക്കുന്ന ഒരാളായിരിക്കും. ഞാൻ എത്ര ദൈവത്തെ സ്നേഹിക്കുന്നു, ആ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഞാൻ എന്റെ സമയം ദൈവത്തിന്, എന്റെ ആരോഗ്യം, എന്റെ പണം ദൈവത്തിന് ചെലവഴിക്കുന്നു. അതിൽ ഒരു പടിയെങ്കിലും മുന്നിൽ നിൽക്കുന്ന ഒരാളിനെ എനിക്ക് ദൈവമേ കൂട്ടാളിയായി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഈ ക്ലാസ്സിലൂടെ ഞാൻ ഗ്യാരണ്ടി പറയാം, മരിക്കും വരെ നിങ്ങളുടെ ലൈഫ് ഏറ്റവും വിജയമായിരിക്കും. അത് അബ്രഹാമിന് മനസ്സിലായി, ഇസഹാക്കിന് മനസ്സിലായി. പലരും പറയും കൊച്ചിന് പ്രായമായി, വിവാഹം കഴിപ്പിക്കുന്നില്ല. നമ്മുടെ സമയത്തിലല്ല വിവാഹം നടക്കേണ്ടത്. മനുഷ്യർ വിചാരിക്കുന്ന പ്രായത്തിലുമല്ല, ദൈവം ഒരുക്കുന്ന സമയത്തിലായിരിക്കണം വിവാഹം. മീൻസ് എന്തുവാ? അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്തും വരെ കാത്തിരിക്കണം. ഇസഹാക്ക് കാത്തിരുന്നു. 40 വയസ്സ് വരെ വിവാഹം നടന്നില്ല. ഇപ്പൊ രണ്ടാമത്തെ ഘട്ടം ടൈം പീരീഡിനെ കുറിച്ച് പറയാൻ പോവാം. ഫസ്റ്റ് വൺ ഈസ് ദ ടൈം ഓഫ് വെയിറ്റിംഗ്. എല്ലാവർക്കും ഒരു കാത്തിരിപ്പിന്റെ സമയം ഉണ്ടാകണം. ദൈവമേ, ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കും. നമ്പർ 2, എ ഡിവൈൻലി അപ്പോയിന്റഡ് ടൈം. ഇസഹാക്കിനെ സംബന്ധിച്ച് ദൈവം മുൻകൂട്ടി ഒരുക്കിയ ഒരു സമയം. എല്ലാവർക്കായിട്ടും അങ്ങനെ ഒരു സമയം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഒരു സമയം നമ്മുടെ വിവാഹത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അബ്രഹാമിന്റെ ദാസൻ ഇസഹാക്കിന് പെൺകുട്ടിയെ കണ്ടെത്താൻ പോകുന്ന വഴിക്ക് ഒരു കിണറ്റിനരികിലെത്തുകയാണ്. എലിയാസർ അല്ലെ, അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: നീ ഇസഹാക്കിന് നിശ്ചയിച്ചവൾ ഞാൻ കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ എന്നാ സംഭവിക്കണം? എനിക്കും ഒട്ടകങ്ങൾക്കും കൂടെ വെള്ളം തരണം. താനും ദൈവമായിട്ടുള്ള ഒരു സംസാരമാണ്. എന്ന് പറഞ്ഞാൽ ഇസഹാക്കിന് പെൺകൊച്ചിനെ നോക്കാൻ ഇസഹാക്കിന് വേണ്ടി അബ്രഹാം തിരഞ്ഞെടുത്ത് അയക്കുന്നത് ആരെയാ? ദൈവശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യരെയാണ്, അല്ലെ? ഇപ്പൊ മാഗസീനിലും പത്രത്തിലും ന്യൂസിലും ഒക്കെ കണ്ടാണ് പലരും പെൺകുട്ടിയെ ആൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നത്. തെറ്റൊന്നുമല്ല, നല്ലതാ. പക്ഷെങ്കിൽ അതിനകത്തൊരു ദൈവനിയോഗം ഉണ്ടാകണം. ഇസഹാക്ക് ചോദിക്കുകയാണ്, ദൈവമേ, എലയാസറിന്റെ പ്രാർത്ഥന, ഇസഹാക്കിന് വേണ്ടി ഒരുക്കിയ പെൺകുട്ടി വെള്ളം എടുക്കാൻ വരുമ്പോ ഞാൻ വെള്ളം ചോദിക്കും. അവളാണ് ദൈവഹിതമുള്ള കൊച്ചെങ്കിൽ എനിക്ക് മാത്രമല്ല ഒട്ടകങ്ങൾക്കും കൂടെ വെള്ളം അവൾ തരണം. പ്രാർത്ഥിച്ച സമയത്ത് തന്നെ എന്നാ സംഭവിച്ചെന്നറിയാമോ? അറ്റ് ദ പെർഫെക്റ്റ് ടൈം, ആ പൂർണമായ സമയത്ത് റബേക്ക വെള്ളം കോരാൻ വേണ്ടി ആ കിണറ്റിലേക്ക് വരികയാണ്. അപ്പോ ഈ അന്നത്തെ കിണറെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയൊന്നും അല്ല കേട്ടോ. ഈ കുളം പോലെയാണ്, താഴ്ചയുണ്ടാകും, അതിനകത്ത് സ്റ്റെപ്സ്, പടികളുണ്ടാകും. അതുവഴി നടന്ന് നടന്ന് താഴെ ഇറങ്ങിയേച്ച് കുട നിറച്ച് വെള്ളം കോരി ചുമന്ന് മകളി വരികയാ ചെയ്യും. ഇന്നത്തെ പോലെ കപ്പിയും ബക്കറ്റും ഒക്കെ ഇട്ട് ഇങ്ങനെ വെള്ളം കോരിയെടുക്കുകയോ മോട്ടർ കൊണ്ട് അടിച്ചു കയറ്റുന്ന സിസ്റ്റം ഒന്നും അന്നില്ല. മാനുവലായിട്ട് കിണറിനകത്തേക്ക് ഇറങ്ങണം. ഒരു കുഴിക്കകത്ത് ഇറങ്ങുന്ന പോലെ സ്റ്റെപ്പ് വെട്ടിയിട്ടുണ്ടാവും, അതുവഴി ഇറങ്ങണം. അപ്പോ ഇത്രയും ബുദ്ധിമുട്ടി വെള്ളം എടുക്കാൻ വരുന്ന ഒരു പെൺകൊച്ച് എലയാസറിന് ഇച്ചിരി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടല്ല, ഒരു പാത്രം വെള്ളം കൊടുത്താൽ മതി. പക്ഷെ എലയാസറിനും തന്റെ ഒട്ടകങ്ങൾക്കും കൂടെ വന്നവർക്കും വെള്ളം കൊടുക്കും. അപ്പൊ എന്തുമാത്രം വെള്ളം എടുക്കണമെന്ന് നോക്കണേ. എന്താണ് ഇത് വെളിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ സമർപ്പണമാണ്. റബേക്കയുടെ അകത്തുള്ള സമർപ്പണം. ദൈവം ഇസഹാക്കിന് വേണ്ടി ഒരുക്കി വെച്ച പെൺകുട്ടി എന്ന് പറയുന്നത് ഇസഹാക്ക് പോലും ചിന്തിക്കാത്ത നിലയിൽ സമർപ്പണമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നുള്ളതാണ്. ഇറ്റ് ടെൽസ് God has
ഹാസ് എ ടൈം ടു ഗെറ്റ് ടു ഇൻ ഓർഡർ. ദൈവത്തിന് രണ്ടുപേരെയും യോജിപ്പിക്കാൻ ഉള്ള ഒരു സമയം, അതാണ് ഇസഹാക്കിന് വേണ്ടി ഇപ്പോ ദൈവം കരുതിയത്. നമ്പർ 3, മൂന്നാമത്തെ ടൈം പീരീഡ് പറയാൻ പോയാണ്. 1 വെയിറ്റിംഗ് ആണ്, 2 കണ്ടുമുട്ടുന്ന ഒരു സമയം, അത് ദൈവത്താൽ നടക്കണം. 3 സൂപ്പർ നാച്ചുറൽ അലൈൻമെന്റ്. തടസ്സങ്ങൾ മാറുന്നു, അല്ലെ? എല്ലാ തടസ്സങ്ങളും മാറുന്നു. എലയാസർ പ്രാർത്ഥിച്ച പോലുള്ള കുട്ടിയാണ് വന്നിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇത്രയും ദൂരെ എലയാസറിന്റെ കൂടെ റബേക്കയെ അയക്കാനുള്ള തടസ്സം. ആദ്യം അവളെ പെട്ടെന്ന് അയക്കാൻ റബേക്കയുടെ മാതാപിതാക്കൾ തയ്യാറായില്ല, അവർക്കൊരു മടിയുണ്ടായി. പിന്നീട് ഇത് ദൈവത്താൽ വന്ന കാര്യമെന്ന് മനസ്സിലാക്കിയ ഉടനെ എലയാസറിന്റെ കൂടെ തന്നെ റബേക്കയെ അയക്കുക. എന്താണ് ഇതിനർത്ഥം? ദൈവ നിയോഗമുള്ള റിലേഷൻ വരുമ്പോ കുറെ തടസ്സങ്ങൾ വരും. മനസ്സിലായോ? തടസ്സങ്ങൾ വരുമ്പോ ഇത് ദൈവഹിതമല്ലെന്ന് ചിന്തിക്കേണ്ട. തടസ്സങ്ങൾ വരാം, പക്ഷേ ആ തടസ്സങ്ങൾ ദൈവം മാറ്റും. പ്രാർത്ഥിക്കും, ആ തടസ്സങ്ങൾ മാറിക്കിട്ടും. അവസാനം എന്നാ സംഭവിച്ചെന്നറിയാമോ? വിവാഹം നടന്നു, അല്ലെ? നമ്മളിൽ ചിലരുടെയൊക്കെ വിവാഹം അങ്ങനെയായിരുന്നു. ആ റൈറ്റ് ടൈമിൽ കുറെ തടസ്സമൊക്കെ വന്നു. ഇത് നടക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. നടന്ന് 10-25 കൊല്ലമായി, അല്ലെ? ദൈവം അതിശയകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഇതാണ് 3rd സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്ത് ദൈവ ഇഷ്ടപ്രകാരം മാത്രമേ വിവാഹം കഴിക്കാം. എങ്കിൽ മാത്രമേ ജീവിതം സന്തോഷവും അനുഗ്രഹപൂർണമായിരിക്കുള്ളൂ. ഇനി പ്രേമിച്ച് വിവാഹം കഴിക്കാം, അല്ലെ? പ്രണയ വിവാഹം വിശുദ്ധ വേദപുസ്തക പ്രകാരം അനുവദനീയമാണോ? അതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. പൊതുവെ 4 വിധത്തിലെ വിവാഹങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളക്കരയിൽ കണ്ടുവരുന്നത്. There are 4 types of marriage today we see in Kerala. എന്താണ് ഈ 4 ടൈപ്പിലെ വിവാഹങ്ങൾ എന്ന് ചോദിച്ചാൽ, അതിൽ 4 കോഡ് അക്ഷരങ്ങളായി പറയാൻ കഴിയും. നമ്പർ 1 LM, ലേഡീസ് മിനിസ്ട്രി എന്നാരും ചിന്തിക്കല്ലേ. LM എന്ന് പറയുമ്പോ അതിന്റെ ഫുൾ ഫോം ലവ് മാരേജ്, പ്രണയ വിവാഹം. LM, പ്രണയിച്ച് വിവാഹം കഴിക്കുക. ഉദാഹരണം ബൈബിളിൽ തന്നെ അങ്ങനെയുള്ള വിവാഹം നടന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കും. റാഹേൽ യാക്കോബാണ് കഥാപാത്രങ്ങൾ. 2 RM. RM എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മാരേജ്. അച്ഛനും അമ്മയും അറിയാതെ രഹസ്യമായിട്ട് പ്രണയിച്ചിട്ട് എവിടെയെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുവച്ച് അവർ വിവാഹം കഴിഞ്ഞ് അങ്ങ് ജീവിതം ആരംഭിക്കും. കേരളക്കരയിലെ സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. RM, രജിസ്റ്റർ മാരേജ്. നാട്ടുകാരും അറിയില്ല, ആരും അറിയില്ല. ഒടുവിൽ കൊച്ചനും പെങ്കൊച്ചും കൂടെ ബൈക്കയിലിരുന്ന് പോകുമ്പോഴാണ് അറിയുന്നത് ഇവർ വിവാഹം കഴിഞ്ഞത്. അങ്ങനെയാണ് 2ാമത്തെ മാരേജ്. നമ്പർ 3 REM, RM, അല്ലെ? REM മാരേജ് എന്ന് പറഞ്ഞാൽ റീമാരേജ് ആണ് ഉദ്ദേശിക്കുന്നത്. വിവാഹം കഴിഞ്ഞു, പെങ്കൊച്ചനെ ഇഷ്ടപ്പെട്ടില്ല, ഇട്ടേച്ച് മറ്റൊരു വിവാഹത്തിലേക്ക് പോയി. ഇല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മരിച്ചിട്ട് മറ്റൊരാളിന് വിവാഹം കഴിക്കും. ഇതിനെയാണ് റീമാരേജ് എന്ന് പറയുന്നത്. നമ്പർ 4 ഇസഹാക്കിന് നടന്നതുപോലെയുള്ള ഒരു വിവാഹം, AM, അറേഞ്ച്ഡ് മാരേജ്. ദൈവത്താൽ, ഈ കാര്യം ദൈവത്താൽ വന്നു. മാതാപിതാക്കളൊക്കെ അറിഞ്ഞ്, സഭയിലെ പാസ്റ്റർ അറിഞ്ഞ്, പ്രാർത്ഥിച്ച വിശ്വാസികൾ അറിഞ്ഞ്, 4 പേരുടെ മുന്നിൽ അഭിഷക്തന്മാരുടെ പ്രാർത്ഥനയിലൂടെ യോജിപ്പിക്കപ്പെടുന്ന നിലനിൽക്കുന്ന വിവാഹം, അതാണ് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയും. അപ്പൊ ഈ ലവ് മാരേജ് എല്ലാം വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് അത് ഒരു വിശ്വാസിക്ക് ആകാമോ ആയിക്കൂടായോ? വളരെ ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങള് കുറവായാൽ പോലും മാതാപിതാക്കൾ കേട്ടിരിക്കേണ്ട ഒരു സന്ദേശമാണ്. ഒരുപക്ഷെ അങ്ങനെ ലവ് മാരേജ് ചെയ്തവർ ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കിത് ബാധകമല്ല. കല്യാണം രക്ഷിക്കപ്പെട്ടതിന് ശേഷമോ മുമ്പിലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയത് വെച്ച് അനുഭവിക്കുക, സ്തോത്രം പറയുക.
കണ്ണുനീര് ദൈവം തുടയ്ക്കട്ടെ, അത്രേ പറയാൻ പറ്റൂ. പക്ഷെ ഈ കുഴിയിലേക്ക് എടുത്തു ചാടാതിരിക്കാൻ ചിലർക്കൊരു മുന്നറിയിപ്പായി വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ലവ് മാരേജ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. സ്നേഹം എന്ന് പറയുന്നതിന് ബൈബിളിലെ മൂലഭാഷയിൽ 4 പദപ്രയോഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പദമാണ് അഗപ്പെ, ദൈവസ്നേഹം, സമ്പൂർണമായ സ്നേഹം. ഇത് ലാഭയിച്ചല്ലാത്ത സ്നേഹമാണ്. നാം പാവികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു. ഈ അഗപ്പെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളിലാണ് കൂടുതലും കാണുന്നത്. ലാഭയിച്ചയില്ലാതെ പലരെയും സ്നേഹിക്കുന്നു, ദൈവവേലയ്ക്ക് കൊടുക്കുന്നു, കണ്ടിട്ടില്ലേ? നമ്പർ 2 പീലിയ, PHILIA, പീലിയ. ഇത് സഹോദര സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികളുമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സ്നേഹം. രക്ഷിക്കപ്പെട്ടവരോ അല്ലാത്തവരോ സ്വന്തം സഹോദരങ്ങളെ പോലെ മറ്റുള്ളവരെ കരുതി അവരോട് ഇടപെടുന്നു, അവരെ സ്നേഹിക്കും. അതിനെയാണ് ഫീലിയ എന്ന് പറയുന്നത്. ഫിലദൽഫിയ എന്ന പദം ഇതിൽ നിന്നാണ് വന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളൊരു ചർച്ച് കാണുന്നല്ലോ, ഫിലദൽഫിയ സഭ, സഹോദരത്വമുള്ള സഭ എന്നാണ് എൻ്റെ അർത്ഥം. നമ്പർ 3 സ്റ്റാർച്ച്, STARG. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളുടെ ഇടയിലുള്ള സ്നേഹം. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, അനുജത്തി, രക്തബന്ധങ്ങളുടെ ഇടയിൽ ഒരു സ്നേഹം. അല്ല, എന്തൊക്കെ വന്നാലും ഒരുമിച്ച് നമ്മൾ നിൽക്കും. ഒരു വേദന വന്നാൽ കരയും. കാരണം എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ മകൾ എന്നൊക്കെയുള്ള ചിന്തയാണ് ആ ഒരു സ്നേഹം തരുന്നത്. നമ്പർ 4 എറോസ്, EROS. ഇതിനെയാണ് പ്രേമം എന്ന് പറയുന്നത്. ലാഭ ഇച്ഛയുള്ള ഒരു സ്നേഹത്തെയാണ് ഈ എറോസ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരർത്ഥത്തിൽ ലസ്റ്റ്ഫുൾ ലവ് എന്ന് പറയാം. ഇച്ഛയുള്ള സ്നേഹം. ഒരു പെൺകുട്ടിയെ, ആൺകുട്ടിയെ എന്തോ ഒന്ന് കണ്ടിച്ഛിച്ചിട്ട്, ഒന്നേ സൗന്ദര്യം, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം, ഇല്ലെങ്കിൽ അവരുടെ കുടുംബ സാഹചര്യം, ഇല്ലെങ്കിൽ ടാലന്റ്, ഏതോ ഒന്ന് കണ്ടിച്ഛിച്ചിട്ട് അവരെ സ്നേഹിക്കുന്നു. അത് നിമിത്തം വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് ആ വിവാഹം നിൽക്കാത്തത്. കാരണം അവര് ഇച്ഛിച്ച കാര്യം നഷ്ടപ്പെടുമ്പോ ഈ പ്രണയ വിവാഹം ഫെയിലിയറാണ്. ഒരു ചെറുക്കൻ വിവാഹം കഴിച്ചു, കുറെ നാൾ കഴിഞ്ഞപ്പോ ആ പെൺകൊച്ചിനെ കളഞ്ഞു. അപ്പൊ അവന്റെ അങ്കിള് ചോദിച്ചു, എന്തുവാടാ നീ ആ കൊച്ചിനെ സ്നേഹിച്ചിട്ടല്ലേ വിവാഹം കഴിച്ചത്, എന്തുകൊണ്ടാണ് നീ കളഞ്ഞത്? അപ്പൊ അവൻ പറയാണ്, ഞാൻ ആ കൊച്ചിനെ സ്നേഹിച്ചത് തലമുടി നീളമുള്ളത് കൊണ്ടാണ്. ഹെയറില്ലേ, ഹെയർ, ഇത് നല്ലപോലെ നീളം, മുട്ടുവരെ നീളം ഉണ്ടായിരുന്നു ഇവൻ സ്നേഹിച്ചത്. ഇവന് മുടിയോട് ഭയങ്കര സ്നേഹം, മുടിപ്രാന്തനാണ്. അപ്പൊ അങ്ങനെ ഒരു പിശാചി. എന്തായാലും ഈ കൊച്ചിനെ വിവാഹം കഴിച്ചു. കുറെ ദിവസമൊക്കെ ആയപ്പോ മുടിയെല്ലാം ഈ കൊച്ചിന് കൊഴിയാൻ തുടങ്ങി. ചിലർക്ക് അങ്ങനെയാണ്. അപ്പൊ കാണാൻ അവന് വെറുപ്പായി. എങ്കിൽ കൊണ്ടുപോയി ഇപ്പോ ഹെയർ പ്ലാന്റ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്, അങ്ങനെയെങ്കിലും വയ്ക്കണ്ടായി. അതിനും പോയില്ല. യവ ആ പെൺകൊച്ചിനെ കളഞ്ഞു. കാരണം അവൻ ഇച്ഛിച്ച കാര്യം നടക്കാതെ വന്നപ്പോ, അത് ഫെയിലായപ്പോ ആ പെൺകൊച്ചിനെ കളഞ്ഞു. ഇപ്പൊ സൗന്ദര്യം കണ്ട് സ്നേഹിച്ചാലോ, സൗന്ദര്യം എന്ന് തീരുമോ അന്ന് ആ സ്നേഹം തീരും. ടാലന്റ് കണ്ടാൽ എന്ന് ടാലന്റ് ഫെയിലിയർ ആവുമോ അന്ന് സ്നേഹം തീരും. ധനം, മാനം ഒക്കെ കണ്ട് സ്നേഹിക്കുന്ന ഒത്തിരി ഫാമിലികൾ തകരാൻ കാരണം ഇതിനകത്തൊരു ലാഭ ഇച്ഛയുണ്ട്. എറോസ്, ലാഭ ഇച്ഛയുള്ള സ്നേഹം, പ്രണയം. ഈ സ്നേഹത്തിന് കണ്ണില്ലെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ലവിന് എന്തില്ല, പ്രണയത്തിന് കണ്ണില്ല. ഒരു പരിധി വരെ ശരിയാണ്, അല്ലെ? കണ്ണുണ്ടായിരുന്നെങ്കിൽ ഒരു ഭയം ഉണ്ടാവുമായിരുന്നു, അല്ലെ? അന്തസ്ത്, പ്രസ്റ്റേജ് നോക്കുമായിരുന്നു. അതൊന്നുമില്ല. പ്രണയിക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? റോഡില്, ക്ലബുകളില്, പാർക്കുകളിൽ എന്തൊക്കെ തോന്നിയാസമാണ് ഇവർ കാണിക്കുന്നത്. അവർക്കൊരു നാണവുമില്ല, അവർക്കൊരു ഭയവുമില്ല. കാരണം ഈ പ്രണയം എന്ന ആ സ്പിരിറ്റാണ് അവരെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കുന്നത്.
ലോകപ്രശസ്തനായ ഒരു തത്വജ്ഞാനിയായിരുന്നു പ്ലാറ്റോ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സൗന്ദര്യത്തോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തി, അതാണ് പ്രണയം. മനസ്സിലായോ? സൗന്ദര്യത്തോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തി മാത്രമാണ് പ്രണയം. വേറെ അതിനകത്തൊന്നുമില്ല. ഒരു വശീകരണമാണ്. മനഃശാസ്ത്രം അതിനെക്കുറിച്ച് പറയുന്നത് ഈഗോ സെൻട്രിക് ലവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മറ്റൊരാളിൽ നിന്ന് ആഗ്രഹിച്ച എന്തോ ഒന്നിനെ കൈവശമാക്കാൻ വേണ്ടി മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹം. അത് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ, എതിർ പാർട്ടിയിൽ നിന്നും കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ഏതോ ഒന്ന് അത് കൈവശപ്പെടുത്തും വരെ മാത്രം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്നേഹം, അതുമാണ് പ്രണയം. ലൈഫ് ടൈം അല്ല, അത് നിരന്തരമായതല്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രണയം എന്ന് പറയുന്നത് ശരിക്കും അത് ശ്രേഷ്ഠമായ ഒന്നായിട്ട് കാണുന്നവർ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അവർ ചിന്തിക്കണം. ഒത്തിരി കുടുംബങ്ങൾ പരാജയപ്പെടാൻ കാരണം പ്രണയ വിവാഹങ്ങളുടെ പിന്നിലുണ്ടായ ആ റിയാലിറ്റി ഇല്ലായ്മയാണ്. ആ ഇച്ഛാഭിലാഷത്തോട് വിവാഹം കഴിച്ചതുകൊണ്ട്. ഇനി ചില യൗവനക്കാരൊക്കെ പറയാറുണ്ട്, പാസ്റ്ററുകളെ, നമ്മുടെ ബൈബിളിനകത്ത് ഒത്തിരി പേര് പ്രണയ വിവാഹമൊക്കെ ചെയ്തിട്ടില്ലേ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കും പ്രണയ വിവാഹം ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. ബൈബിളിലെ പ്രണയ വിവാഹത്തിലേക്ക് വരാം. ബൈബിളിലെ പ്രണയ വിവാഹത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് യാക്കോബിന്റെയും റാഹേലിന്റെയും വിവാഹം. യാക്കോബ് റാഹേലിനെ പ്രണയിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് കാണും. അപ്പോ ആദ്യമായിട്ട് അവർ തമ്മിൽ കാണുന്നത് യാക്കോബ് തന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും ഒളിച്ചോട്ടം നടത്തി ലാബാന്റെ ഭവനത്തിലേക്ക് പോകുന്നു. ഒരു കിണറ്റിൻ കരയിൽ വെച്ചാണ് ആദ്യം ആരെ കാണുന്നത്? ഈ റാഹേലിനെ കാണും. ഇപ്പൊ മിക്കവാറും പിള്ളേര് ആദ്യം കാണുന്നത് എവിടാ? കോളേജില്, ചർച്ചിലെ കൊയറില്, ട്യൂഷൻ സെന്ററിൽ മ്യൂസിക് ക്ലാസ്സിന് പോകും. ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഫേസ്ബുക്കിലൂടെ, പിന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ, ഇപ്പൊ അതിൽ കൂടെയൊക്കെയാണ് കാണും. ഇടയ്ക്ക് കേരളത്തിലെ ഒരു പെൺകൊച്ച് 18 വയസ്സുകാരി ഫേസ്ബുക്കിൽ കൂടെ ഒരു പുള്ളിയെ സ്നേഹിച്ചു. അദ്ദേഹം വ്യാജ ഫോട്ടോകൾ കാണിച്ച് തന്റെ മുഖം വെളിപ്പെടുത്താതെ ഈ പെൺകുട്ടിയെ പ്രണയിച്ചു. 2 വർഷത്തിൽ കൂടുതൽ ആ പ്രണയം നീണ്ടു നിന്നു. ഒടുവിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പുള്ളി വരാൻ തയ്യാറായി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഉച്ച കഴിഞ്ഞ് ന്യൂസിലൊക്കെ വന്ന ഒരു വാർത്തയാണ്. 4:30 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹം ഒരു ലൈംഗിക മാഫിയ സംഘത്തിന്റെ തലവനായിരുന്നു. പെൺകുട്ടികളെ ഇതുപോലെ വശീകരിച്ച് അവരെ ബോംബെയിലേക്കും മറ്റു പല സ്ഥലത്തിലേക്കും കടത്തുന്ന വ്യക്തിയായിരുന്നു. എന്തോ ആ അമ്മയപ്പന്റെ കണ്ണുനീരാണോ എന്നറിയില്ല, പ്രാർത്ഥനയാണോ എന്നറിയില്ല. ജസ്റ്റ് 5 മിനിറ്റിനകം ആ കൊച്ചു രക്ഷപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് വന്നു നിൽക്കുന്ന പുള്ളിക്ക് ഏകദേശം 74 വയസ്സ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഫോട്ടോ കാണിച്ചിട്ടില്ല. ശബ്ദം കംപ്ലീറ്റ് പ്രിട്ടൻഷൻ ആയിരുന്നു. ഒടുവിൽ പോലീസുകാർ ആ പെൺകുച്ചിനെ രക്ഷപ്പെടുത്തി. ന്യൂസിലൊക്കെ വന്നയാണ്. ഇതുപോലെ ഒത്തിരി ചതികൾ. ഒരുപക്ഷെ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ കാറിൽ ആ കൊച്ചു കയറിയെങ്കിൽ ക്ലോറോഫോം മൂക്കി വെച്ച് അതിനെ മയക്കി കിലോമീറ്ററുകൾക്കപ്പുറം ആ കൊച്ചിനെ കടത്തുമായിരുന്നു. അത് വലിയ ഒരു വിഷമത്തിന് കാരണമാകുമായിരുന്നു. എന്താ കാരണം എന്നറിയോ? മറ്റൊന്നുമല്ല, പ്രണയ അഭിനയങ്ങളിലൂടെ ആളുകൾ വശീകരിക്കപ്പെടുന്നതാ. യാക്കോബ് റാഹേലിനെ പ്രണയിച്ചു. 29-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് കാണുന്നത്. 14 വർഷം ആ പെൺകുട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തു. ആദ്യത്തെ 7 വർഷം കഴിഞ്ഞാൽ ലാബാൻ പറഞ്ഞു റാഹേലിനെ വിവാഹ ഭാര്യയായി തരാം. പക്ഷെങ്കിൽ ലാബാൻ യാക്കോബിനെ ചതിച്ചു, ലേയെ കൊടുത്തു. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഇനി ഒരു 7 വർഷം കൂടെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും, അപ്പൊ അവളെ കൂടെ തരാം. അങ്ങനെ 14 വർഷം വർക്ക് ചെയ്താണ് ഈ യാക്കോബ്
റാഹേലിനെ സ്വന്തമാക്കിയത്. അപ്പോ വിശുദ്ധ വേദപുസ്തകത്തിന്റെ രീതിയിൽ പ്രണയിച്ചു വിവാഹം കഴിക്കണമെന്നാണ് ചിലർ നിർബന്ധം പിടിക്കുന്നതെങ്കിൽ യാക്കോബിനെ പോലെ മാറും. എങ്ങനെ? 14 വർഷം അമ്മായിയപ്പന്റെ വീട്ടിൽ പോയി വർക്ക് ചെയ്യണം. 14 വേണ്ട, ഒരു 7 വർഷമെങ്കിലും വർക്ക് ചെയ്ത് കൊടുക്കണം. വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ വിഷയം ഈ 14 വർഷം യാക്കോബിന്റെ വിശുദ്ധി. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. റാഹേൽ യാക്കോബിന്റെ കൂടെ ആടുമേയ്ക്കാൻ പോകുമായിരുന്നു. അവിടെ പ്രൊട്ടക്ഷൻ ആളൊന്നുമില്ല. എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ യാക്കോബ് അത് ചെയ്തില്ല. ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് യാക്കോബ് ചെയ്തില്ല. ആദ്യത്തെ 7 വർഷം കഴിഞ്ഞപ്പോ ന്യായമായ ചതിയാണ് തനിക്കുണ്ടായത്. ലേയെ കയ്യിലേൽപ്പിച്ചു. പിറ്റേ ദിവസം റാഹേലിനെ കൊണ്ടാണ് ആടുമേയ്ക്കാൻ പോകുന്നത്. അപ്പൊ റാഹേലിനെ കൊണ്ട് ഓടിപ്പോകാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. നിയമവ്യവസ്ഥ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താണ് അദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിച്ചത്. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കും. അപ്പോ മാതാപിതാക്കളുടെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം വേണമെങ്കിൽ വിവാഹം കഴിക്കാം, അല്ലേ? അതിന് ഇനിയുള്ള കാര്യം ചിന്തിക്കാം. എന്താണ്, വാട്ട് ആർ ദ നെഗറ്റീവ് റിസൾട്ട്സ് ഇൻ ദാറ്റ് മാരേജ്? യാക്കോബ് പ്രണയിച്ച് കഴിച്ച ആ വിവാഹത്തിലൂടെ ഉണ്ടായ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ എന്തായിരുന്നു? വളരെ വേദനാജനകമായ കാര്യങ്ങളാണ്. അപ്പോ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്, ദൈവഹിതം നിവർത്തിക്കാനായില്ല. പ്രണയ വിവാഹങ്ങളിൽ ദൈവഹിതം നിവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ട്. ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു പെൺകൊച്ചിനെ കൗൺസിൽ ചെയ്തു. അവൾ ഒരു പാസ്റ്ററുടെ മകളാണ്. ഒരു ഹിന്ദു പയ്യൻ, അഥവാ രക്ഷിക്കപ്പെടാത്ത ഒരു പയ്യന് കോളേജിൽ വെച്ച് സ്നേഹിച്ചു. ഇപ്പൊ അവനെ വിവാഹം കഴിക്കാൻ നിൽക്കുകയാണ്. പാസ്റ്ററാണെങ്കിൽ ചർച്ചുള്ള ആളാണ്. പുള്ളിയുടെ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള കൾച്ചർ അറിയാൽ സഭ തന്നെ തകർന്നു. കാരണം പാസ്റ്ററുടെ മകൾ മാതൃകയില്ല. രക്ഷിക്കപ്പെട്ട പയ്യനും അല്ലെന്നേ, ഒരു ഹൈന്ദവ രീതിയിൽ ജീവിക്കുന്ന ഒരു സഹോദരൻ. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഒരിക്കലും യോജിക്കുന്ന ഒരു പയ്യനല്ല. അപ്പൊ രാത്രിയിൽ ഒരു 10 മണിക്കാണ് ഞാൻ ആ വീട്ടിലേക്ക് പോയത്. 1 മണിക്കൂറോളം ആ കൊച്ചിനോട് സംസാരിച്ചു. ദൈവത്തിന്റെ കരുണയാണ്. കഴിഞ്ഞ ദിവസം അറിഞ്ഞു അവൾ ആ ബന്ധം സ്റ്റോപ്പ് ചെയ്തു. അവളുടെ മമ്മിയോട് ഡാഡിയോട് പറഞ്ഞിരിക്കുകയാണ്, ദൈവഹിതമുള്ള ഒരു വിവാഹത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈഫ് പാർട്ട്ണറിനെ തിരക്കാൻ പറഞ്ഞിരിക്കുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ പോയപ്പോ. ഒച്ചപ്പാടായിരുന്നു. അമ്മയപ്പനോട് അവൾ വയലന്റ് ആകുകയായിരുന്നു. എന്നോട് അവൾ പറഞ്ഞത്, എനിക്ക് മറക്കാൻ പറ്റില്ല അങ്കിൾ. അപ്പൊ അവള് ദൈവഹിതം മനസ്സിലാക്കി. അവൾ രക്ഷപ്പെട്ടു. അത്രേ എനിക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവഹിതമില്ലാത്ത ബന്ധം അത് വലിയ വേദനാജനകമാണ്. അല്ലെ? അപ്പൊ തന്നെ ഞാൻ ആദ്യമേ അഡ്വാൻസ് ആയി പറഞ്ഞു, ഓൾറെഡി പ്രേമിച്ച് വിവാഹം കഴിച്ചവരുണ്ടെങ്കിൽ ഇത് ദൈവഹിതമല്ലെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്താനല്ല നോക്കേണ്ടത്. ഇനി അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക? മുന്നോട്ട് പോകുക. ഭാര്യ ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിക്കുക. ഭർത്താവ് നേരെ തിരിച്ച്. അങ്ങനെ ഇനി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. നമ്പർ 2, കുടുംബ സമാധാനം പോയി. അല്ലേ? പോയില്ലേ? യാക്കോബിന്റെ ഫാമിലി ലൈഫ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. എന്നും വഴക്കാണ്. ലേയ റാഹേലിനെ പകച്ചു. യാക്കോബ് കാരണമായിരുന്നു. സ്വന്തം സഹോദരിയോട് പകയുണ്ടായി. അനുജത്തിയും ചേച്ചിയുമാണ്. അപ്പൊ ഒരു പക ആ വീട്ടിനകത്തുണ്ടായി. നമ്പർ 3, മക്കളുടെ ഇടയിൽ ശത്രുത ഉണ്ടായി. അതാണ് 3ാമത്തെ റിസൾട്ട്. മക്കളുടെ ഇടയിൽ ശത്രുത ഉണ്ടായി. കാരണം യാക്കോബ് റാഹേലിൽ ലഭിച്ച ജോസഫിനെ അധികം സ്നേഹിച്ചു. ലേയയുടെ മക്കളെക്കാളും റാഹേലിൽ താമസിച്ച് ലഭിച്ച മകൻ ജോസഫിനോട് യാക്കോബിന് വളരെ ഇഷ്ടമായിരുന്നു. അങ്കിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് മറ്റുള്ളവരുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കി. ശത്രുത നിമിത്തം യോസേഫിനെ കൊല്ലാൻ വേണ്ടി സഹോദരങ്ങളുടെ ഇടയിൽ കൊലപാതക ചിന്ത ഉണ്ടാക്കി. എല്ലാത്തിന്റെ ആരംഭം എവിടെയെന്ന് നോക്കണം.
നമ്പർ 4 പറഞ്ഞു ഞാൻ പോകുന്നു, ആവശ്യമുള്ളവർ നോട്ട് ചെയ്യണം. നമ്പർ 1 ദൈവഹിതം അതിനകത്ത് ഉണ്ടായില്ല. നമ്പർ 2 കുടുംബ സമാധാനം പോയി. നമ്പർ 3 മക്കളുടെ ഇടയിൽ തമ്മിൽ തല്ലുണ്ടായി. നമ്പർ 4 കുടുംബത്തിൽ വിഗ്രഹാരാധന പ്രവേശിച്ചു. കാരണം റാഹേൽ തന്റെ അപ്പന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വിഗ്രഹങ്ങളെ കൂടെ പൊട്ടിച്ച് കൊണ്ടാണ് പുറപ്പെട്ടത്. അപ്പന്റെ വീട്ടിലെ കുടുംബ ദേവന്മാരായിരുന്നു തെറാബിം, TERAPHIM. ഇത് നിമിത്തം യാക്കോബിന്റെ കുടുംബത്തിൽ എന്നാ സംഭവിച്ചെന്ന് അറിയണ്ടേ? അബ്രഹാമിന്റെ വഴിയിൽ വന്ന യാക്കൂബിന്റെ പവിത്രമായ കുടുംബത്തില് മാലിന്യം പ്രവേശിച്ചു. സത്യ ആരാധന നടന്ന വീട്ടിനകത്ത് മാലിന്യം ഉണ്ടായി. കാരണം വിഗ്രഹാരാധന അബ്രഹാമിന്റെ കാലത്ത് അത് ദൈവമക്കൾക്ക് അനുവദിച്ചിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 31:19 വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 5ാമത് ഏറ്റവും വലിയ വേദനാജനകമായ ന്യൂസ് എന്ന് പറയുന്നത് വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. യാക്കോബിന് ഒരുപാട് വർഷം റാഹേലിനോടൊപ്പം സന്തോഷിക്കാൻ കഴിഞ്ഞു. വഴിയിൽ വെച്ച് തന്നെ താൻ പ്രേമിച്ച് പ്രണയിച്ച് 14 കൊല്ലം അധ്വാനിച്ച തന്റെ ഭാര്യ റാഹേൽ, വെറും 30 വയസ്സ് പ്രായമുള്ള റാഹേലിന് അത്രയും മാത്രമേ പ്രായം ഉണ്ടായിരുന്നു. വെറും 30 years more. നല്ല യൗവനത്തിൽ വളരെ കുറച്ച് പ്രായമുള്ള സമയത്ത് അവൾ മരിച്ചു. പ്രസവ വേദന വന്ന് കുഞ്ഞിനെ പ്രസവിക്കുകയും മരിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് പ്രണയ വിവാഹം അത് വിജയമല്ല എന്നത് യാക്കോബിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഇനി മറ്റൊരു പുള്ളിയുണ്ട്, സമയം പോരാ പറയാൻ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു വിടട്ടെ. ശിംശോൻ. ചിലരെങ്കിലും പറയാറുണ്ട്, രക്ഷിക്കപ്പെടാത്ത ഒരു പെൺകുട്ടിയല്ലേ ശിംശോൻ പ്രണയിച്ചത്, ഇപ്പൊ ഞങ്ങൾക്ക് പ്രണയിച്ചൂടെ? ശിംശോന് സംഭവിച്ചത് എന്താണ്? ശിംശോൻ 2 പേരെ പ്രണയിച്ചു. 2ഉം ഫെലിസ്തീയ പെൺകുട്ടികൾ, രക്ഷിക്കപ്പെടാത്തവരായിരുന്നു. ഈ 14-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിച്ചാൽ നമുക്ക് ഈ കാണാൻ പറ്റും ഒരാളിനെ കുറിച്ച്. 16-ാം അധ്യായത്തിൽ വായിച്ചാൽ 2ാമത്തെ ആൾ ദലീലയെ കുറിച്ച് കാണാൻ കഴിയും. അപ്പൊ ഒരു ഫെലിസ്തീയ പെൺകുട്ടിയാണ് ആദ്യം താൻ സ്നേഹിക്കുന്നത്. ഫെലിസ്തീയർ ഇസ്രായേലിന്റെ ദൈവമക്കളുടെ നിരന്തര ശത്രുക്കളാണ്. ഇസ്രായേൽ നശിക്കണമെന്ന് എല്ലാ കാലത്തും ആഗ്രഹിച്ചവരും ഇസ്രായേലിനോട് പൊരുതിയവരാണ് ഫെലിസ്തീൻ. അവരുടെ മക്കളെ വിവാഹം കഴിക്കുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല, അത് അണപ്പാണ്. പക്ഷെങ്കിൽ ഫെലിസ്തീയരുടെ ബന്ധം പോലും ഉപേക്ഷിക്കേണ്ടതിന് പകരം ഈ ശിംശോൻ പോയ ആ പെൺകുട്ടിയെ പ്രണയിച്ചു. ന്യായാധിപന്മാർ 14:3 വായിക്കുമ്പോൾ parents advised but he did not accept. ശിംശോന്റെ പേരൻസ് പറഞ്ഞു, മകനെ നമുക്കിത് കൊള്ളില്ല, ഈ ഒരു ബന്ധം നമുക്ക് വേണ്ട, രക്ഷിക്കപ്പെടാത്ത കൊച്ചാണ്, ജാതികളോട് ഇട്ട കലരാൻ പാടില്ല, അവിശ്വാസികളോട് ഇണയില്ല കൂടരുത്. ആ വ്യവസ്ഥകളെല്ലാം വിട്ടേച്ച് ശിംശോൻ ആ പെൺകുട്ടിയെ പ്രണയിച്ചു, വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്താണ് റിസൾട്ട്? പറഞ്ഞങ്ങ് പോവുകയാണ്, നോട്ട് ചെയ്തോണം. 1ാമത്തെ റിസൾട്ട്, ഭാര്യ അവനെ ചതിച്ചു. പ്രണയിച്ച ഭാര്യ അവനെ ചതിച്ചു. കടങ്കഥയുടെ രഹസ്യം ഫെലിസ്തീയർക്ക് അവൾ പറഞ്ഞു കൊടുത്തു. സ്വന്തം ഭർത്താവ് അവളോട് മാത്രം പറഞ്ഞിരുന്ന ഒരു പരമരഹസ്യം അതവൾ ഫെലിസ്തീയരോട് പറഞ്ഞു. 2, ഭാര്യയും അവളുടെ കുടുംബക്കാർക്കും ദാരുണമായ അന്ത്യമായി. കാരണം ശിംശോൻ നിമിത്തം ഫെലിസ്തീയർ വന്ന് അവന്റെ ഭാര്യയെയും കുടുംബക്കാരെയും കൊന്നുകളഞ്ഞു, കത്തിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ ശിംശോൻ നിമിത്തം മരിക്കേണ്ടി വന്നു. 3, ശിംശോന്റെ ആത്മീയ ജീവിതം തകർന്നു. ഇരട്ടി ശക്തിയോടെ തനിക്ക് പ്രയോജനപ്പെടാൻ കഴിഞ്ഞു. ഇത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് താൻ പോയി ദലീലയെ സ്നേഹിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഒരു വേശ്യാസ്ത്രീയായ
സമൂഹത്തിൽ ഒരു അംഗീകാരം ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു ഈ ദലീല. അവളെ പോയി സ്നേഹിച്ചു. അവളെ പ്രണയിച്ചതിന് നിമിത്തം ശിംശോന് വീണ്ടും വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. അതിൽ ഒന്നാമത്തെ നഷ്ടമാണ് തന്റെ അഭിഷേകം തനിക്ക് നഷ്ടപ്പെട്ടു. ദൈവം കൊടുത്തിരുന്ന അഭിഷേകം, ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ടാണ് ഫെലിസ്ത്യരെ തകർത്തത്. 1000 പേരെ ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് അടിച്ച് തകർത്തു. 300 നരികളെ, ഉറുക്കന്മാരെ വാലോട് വാല് കെട്ടി അതിലൊരു പന്തം വിട്ടയച്ചു. വളരെ ശക്തനായിരുന്നു അദ്ദേഹം. എങ്ങനെ കെട്ടി ഒതുക്കാൻ നോക്കിയിട്ട് പുള്ളിയെ കെട്ടാൻ കഴിഞ്ഞില്ല. കാരണം അത്രയും വലിയ അഭിഷേകമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് പോയി. കണ്ണിനെ അവർ ചൂഴ്ന്നെടുത്തു. ഫെലിസ്ത്യർ പിടിച്ച് 2 കണ്ണും നഷ്ടപ്പെട്ടു. പ്രണയമാണ് കാരണം. പ്രണയത്തിന്റെ ആവേശം, ദുർമോഹം തന്റെ ആത്മീക കണ്ണുകളെ അല്ല, ഭൗതിക കണ്ണുകളെ തന്നെ തകർത്തു. അവസാനം എന്താ സംഭവിച്ചത്? ശിംശോന് ആത്മഹത്യ. ഫെലിസ്ത്യരുടെ ആലയത്തിൽ കൊണ്ടു നിർത്തി തന്നെ മാനഭംഗപ്പെടുത്തി ഫെലിസ്ത്യർ ചിരിച്ച് സന്തോഷിക്കുമ്പോൾ ശിംശോൻ അതിലെ വലിയ തൂണിനെ പിടിച്ചു മറിച്ചിട്ട് താനും മരിച്ചു, മറ്റവരെയും കൊന്നു. തന്റെ മരണം ശരിക്കും ഒരു ആത്മഹത്യയാണ്. ഇതാണ് ശിംശോന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് പ്രണയവിവാഹം ചെയ്തവരിൽ നിന്നും നല്ലതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ നത്തിങ് ഈസ് ദെയർ. ബൈബിളിൽ നിന്ന് യാതൊന്നും നമുക്കില്ല. ഇനി 1 തീമോഥെയോസ് 5-ാം അധ്യായം 1-2 വാക്യം പറയുന്നത്, വിവാഹത്തിന് മുന്നേ ഒരു പുരുഷൻ പെൺകുട്ടികളെ സഹോദരിയെ പോലെ കാണും. ഒരു ഭാര്യയുടെ സ്ഥാനത്തിൽ കാണരുത്. ചർച്ചിനകത്തോ കൊയറിലോ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ വർക്ക് ചെയ്യുന്ന കമ്പനിയിലോ സഹപാഠികളായ പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം, പയ്യന്മാരുണ്ടായിരിക്കാം. പക്ഷെ അവരെ സഹോദരനായി കാണും, സഹോദരിയായി കാണണം. സമയമില്ലാത്തോണ്ടാണ് ഞാൻ വായിപ്പിക്കാഞ്ഞത്. ഒന്ന് വായിക്കാൻ വേണമെങ്കിൽ ആ വാക്യം 1 തീമോഥെയോസ് 5-ാം അധ്യായം 1-ാമത്തെ വാക്യം ആരെങ്കിലും വായിച്ചാൽ മതി. മൂത്തവനെ ഭർഷിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും മതി. നിർമ്മലതയോട് കൂടെ യവനക്കാരനായ തീമോഥെയോസിന് കൊടുക്കുന്ന അഡ്വൈസ് ആണ്, സഹോദരിയെ പോലെ കാണണം. ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട വ്യക്തിയെ പോലെ കാണണം എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ആരെയും ഭാര്യയുടെ സ്ഥാനത്ത് പ്രണയിക്കുന്നതിൽ ബൈബിൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എറോസ് എന്ന പദം മത്തായി 5-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ യേശു ഉപയോഗിച്ചു. അവിടെ യേശു എന്താണ് പറയുന്നത്? ഒരു സ്ത്രീയെ ഇച്ഛയോടുകൂടെ നോക്കിയാൽ നീ അവളോട് കൂടെ വ്യഭിചാരം ചെയ്യും. നേരെ തിരിച്ചും പറയണം, സ്ത്രീ എന്ന സ്ഥാനത്ത് പുരുഷനെ ഇച്ഛയോടുകൂടെ നോക്കിയാൽ, അപ്പോ ഇച്ഛിക്കാൻ പാടില്ല. സഹോദരി എന്ന് പറഞ്ഞോണം, സഹോദരൻ എന്ന് പറഞ്ഞോണം. ഭാര്യയുടെ സ്ഥാനം കൊടുത്തൊരു പെൺകുട്ടിയെ നോക്കിയാൽ നോട്ടത്തിലെ പാപം ചെയ്തു. ഹൃദയം കൊണ്ട് ഇച്ഛിക്കുകയാണ്, അത് പാപം എന്ന് യേശു ശാസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാം? സഹോദര സ്നേഹം വിട്ടേച്ച് ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ മറ്റൊരു പുരുഷനെ, സ്ത്രീയെ എപ്പോ സ്നേഹിക്കാന്ന് ചോദിച്ചാൽ, എഫേസ്യർ 5:25 പറഞ്ഞു, ഭാര്യയെ സ്നേഹിപ്പിൻ. ഭർത്താവിനോടുള്ള ആജ്ഞയാണ്, നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പിൻ. ഭാര്യ എപ്പോഴാകുന്നത്? വിവാഹത്തിന് ശേഷം. വിവാഹത്തിന് മുമ്പേ ഒരു പെൺകുട്ടി ഒരിക്കലും ഭാര്യയാകുന്നില്ല. സോ ആഫ്റ്റർ മാരേജ് അപ്പൊ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. ഇനി ഉൽപ്പത്തി പുസ്തകം 24:67 നമ്മൾ വായിക്കുന്നത്, റബേക്ക ഇസഹാക്കിന് ഭാര്യയായി തീർന്നു, അവന് അവളിൽ സ്നേഹമായി.
റബേക്കയെ വിവാഹം കഴിച്ച ശേഷം ഭാര്യയുടെ സ്ഥാനത്തിൽ അവൾ ഇരുന്ന ശേഷം ഇസഹാക്ക് സ്നേഹിച്ചു. സോ ആഫ്റ്റർ ദാറ്റ് ഷീ ലവ്ഡ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ വിവാഹത്തിന് മുമ്പേയുള്ള പ്രണയം, സ്നേഹം വേദപുസ്തക അടിസ്ഥാനത്തിൽ തെറ്റാണ്. അത് ബൈബിളിൽ അംഗീകരിക്കുന്നില്ല. സമൂഹത്തിൽ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരിക്കും, തിരുവെഴുത്തുകളിൻ പ്രകാരം അത് ശരിയല്ല. ബെറ്റർ ടു ഹാവ് എ അറേഞ്ച്ഡ് മാരേജ് ഇൻ ഓൾ ദ ടൈം. ഓക്കെ, അറേഞ്ച്ഡ് ആയിട്ടുള്ള ദൈവനിയോഗമുള്ള വിവാഹം, അതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. വിവാഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന 5 അനുഗ്രഹങ്ങളുണ്ട്. ഈ 5 അനുഗ്രഹവും പ്രണയ വിവാഹത്തിൽ നഷ്ടപ്പെടാൻ സാധ്യത. ത്രൂ മാരേജ് വി ഗെറ്റ് 5 blessings. മഹത്തായ 5 അനുഗ്രഹങ്ങൾ, ഗ്ലോറിയസ് ബ്ലെസ്സിങ്സ് ആണ്. എന്തൊക്കെയാണെന്നറിയോ? നമ്പർ 1, ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. നിയമപ്രകാരം നടക്കുന്ന വിവാഹങ്ങളിൽ ദൈവ അനുഗ്രഹം ഉണ്ടാകും. ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്, ദൈവ അനുഗ്രഹം ഉണ്ടാകും. 2, ബ്ലെസ്സിങ്സ് ഓഫ് പാരന്റ്സ്. നിയമപ്രകാരം നടക്കുന്ന വിവാഹങ്ങളിൽ മാതാപിതാക്കൾ മനസ്സ് തുറന്ന് അവരുടെ മക്കളെ അനുഗ്രഹിക്കും. അതാണ് വിവാഹത്തിന്റെ അവസാന യാത്രയയപ്പ് സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ കരയുന്ന കണ്ടിട്ടില്ലേ? അമ്മയപ്പനും ആ സമയത്ത് മനസ്സ് ഉടഞ്ഞ് തകർന്നുകൊണ്ട് മകളുടെ ശിരസിലേക്ക് ചിലർ കൈവയ്ക്കും, കെട്ടിപ്പിടിച്ച് ചുംബിക്കും. ആ സമയത്ത് അവരുടെ ഹൃദയം വിങ്ങി അവർ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: കർത്താവേ, എന്റെ മകളെ അനുഗ്രഹിക്കണേ. ഞാൻ അവൾ അനുഗ്രഹിക്കുന്നു. അത് വലിയ അനുഗ്രഹമാണ്. പാരന്റ്സിന്റെ അനുഗ്രഹം അത് വലിയ അനുഗ്രഹമാണ്. നമ്പർ 3, ബ്ലെസ്സിങ്സ് ഓഫ് ചർച്ച് പാസ്റ്റർ. നമുക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സഭയിലെ പാസ്റ്റർ. ഓരോ ദൈവദാസനും അവരുടെ സഭയിലെ കുഞ്ഞുങ്ങളുടെ ഭാവി ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ ഹൃദയം സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിവാഹം നടക്കുമ്പോൾ അവർ ആ വേദിയിൽ മനസ്സുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും. അത് നമുക്ക് അനുഗ്രഹമായി മാറും. നമ്പർ 4, ബ്ലെസ്സിങ്സ് ഓഫ് പ്രൈഡ് വൺസ് ആൻഡ് ചർച്ച് ബിലീവേഴ്സ്. സഭയിലെ വിശ്വാസികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആരൊക്കെയാ? ചിലപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ഇല്ലെങ്കിൽ പ്രോഫറ്റ്സ്, സഭയിലെ മറ്റു വിശ്വാസികൾ. നമ്മുടെ വിവാഹത്തിന്റെ അന്ന് അവര് ഹൃദയം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കും. അത് നമുക്കൊരു ബ്ലെസ്സിങ്സ് ആയി മാറും. നമ്പർ 5, ബ്ലെസ്സിങ്സ് ഓഫ് അവർ ഫോർഫാദേഴ്സ് ഹു ലീവ്ഡ് ഫോർ ഗോഡ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്റെ തലമുറ 1000 തലമുറ വരെ ഞാൻ അനുഗ്രഹിക്കും. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം നീതിയും ന്യായമുള്ള വിവാഹത്തിലൂടെ നമ്മുടെ ശിരസിലേക്ക് വരും. ഈ 5 അനുഗ്രഹം പ്രണയ വിവാഹം നിമിത്തം നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. ഇനി വേദപുസ്തകത്തിൽ മാതൃകയായി വിവാഹം കഴിച്ച 2 കുടുംബങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹം. ഒന്ന് പുതിയ നിയമത്തിൽ നിന്നും വേറെയൊന്ന് പഴയ നിയമത്തിൽ നിന്നും. ആദ്യം വിവാഹിതരായ 2 കുടുംബങ്ങളിൽ നിന്നും പഠിക്കാൻ, ഗ്രഹിക്കാൻ പഴയ നിയമത്തിലേക്ക് നമുക്ക് തിരിയാം. ഹന്ന എൽക്കാന ഫാമിലി. ഹന്ന ആൻഡ് എൽക്കാന ഫാമിലി. 1 ശമൂവേൽ 1-ഉം 2-ഉം അധ്യായങ്ങളിലാണ് ഈ കുടുംബത്തെ കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. എൽക്കാന എബ്രായ ഭാഷയിൽ ഗോഡ് പൊസസ്ഡ് എന്ന അർത്ഥമാണ് എൽക്കാനയ്ക്കുള്ളത്. ദൈവം സ്വന്തമാക്കിയവൻ അല്ലെങ്കിൽ സൃഷ്ടിച്ചവൻ എന്നൊക്കെയാണ് അർത്ഥം. ഏൽ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ദൈവമാണ്. ഖന, QANA എന്ന് പറഞ്ഞാൽ പൊസഷൻ എന്നാണ്. അപ്പോൾ ഈ എൽക്കാന വിശുദ്ധ വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബനാഥനാണ്. 21 പ്രാവശ്യം അദ്ദേഹത്തിന്റെ പേര് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം 1 ശമൂവേലിലും 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലുമാണ്. ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് ബൈബിളില് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ലേവി ഗോത്രക്കാരനാണെന്നും സ്വന്തം സ്ഥലം രാമ എന്നും കാണുന്നു.
RAMAH. അതാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം. 1 ശമൂവേൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അദ്ദേഹം എഫ്രാത്ത് മലനാട്ടുകാരനാണ്. രാമയില് എഫ്രാത്ത് മലനാട്ടിലുള്ള വ്യക്തിയായിരുന്നു ഈ എൽഖാൻ. അദ്ദേഹം വിവാഹം കഴിച്ച അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ സഹോദരിയാണ് ഹന്ന. 2 ഭാര്യമാരുണ്ടായിരുന്നു, പെനീന എന്നിട്ട് ഹന്ന. കാരണം അക്കാലഘട്ടത്ത് ബഹുഭാര്യത്വം ദൈവം അനുവദിച്ചിരുന്നു. ബഹുഭാര്യത്വം പാപമല്ലായിരുന്നു. വ്യഭിചാരം പാപം, ദുർനടപ്പ് പാപം, പരസംഗം പാപം. പക്ഷെ ബഹുഭാര്യത്വം പാപമല്ല. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് കൂടുതൽ ഭാര്യമാരെ, സ്ത്രീകളെ വിവാഹം കഴിച്ച് ഭാര്യയാക്കി സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് തെറ്റല്ല. പക്ഷെങ്കിൽ വിവാഹത്തിന് മുമ്പെയോ വിവാഹം കഴിച്ച ശേഷമോ മറ്റൊരു സ്ത്രീയുമായിട്ട് വിവാഹത്തിലൂടെ അല്ലാതെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് പാപമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എൽക്കാന് 2 പേരെ വിവാഹം കഴിച്ചു. അതിൽ പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളുണ്ടായിരുന്നില്ല. ഹന്ന എബ്രായ ഭാഷയിൽ CHANNAH എന്നാണ് പേര്, ഖാന എന്ന്. അവളുടെ പേരിന്റെ അർത്ഥം ഗോഡ് ഹാസ് ബീൻ ഗ്രേഷ്യസ്, ദൈവം കൃപ കാണിക്കുന്നു. ഹന്ന എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവം കൃപ കാണിക്കുന്നു. ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ ഗോഡ്സ് ഫേവർ, ദൈവത്തിന്റെ കരുണ, കൃപ എന്നൊക്കെ പറയാം. 13 പ്രാവശ്യമാണ് ഈ ഹന്നയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതലൊന്നും അവളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഗോത്രമോ പിന്നെ മാതാപിതാക്കളെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് രാമയിൽ തന്നെയായിരുന്നു അവളും ജീവിച്ചിരുന്നത്. ലേവ്യ ഗോത്രക്കാരിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇവരുടെ ഫാമിലിയിലേക്ക്. വളരെ മാതൃക കുടുംബജീവിതമാണ് ഇന്നത്തെ ക്രൈസ്തവ സഭയ്ക്ക് ഹന്നയും എൽക്കാനയും അവതരിപ്പിച്ചിട്ടുള്ളത്. അവരുടെ കുടുംബജീവിതത്തിലെ ഒരു 6-7 ആത്മീക ഗുണപാഠങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, 6 or 7 spiritual lessons. There are 10 lessons. എല്ലാം പറയുന്നില്ല. നമ്പർ 1, എന്താണ് ഹന്നയും എൽക്കാനയും ഒരുമിച്ച് ജീവിച്ച് എങ്ങനെയാണ് അവർ ജീവിച്ചത്? എന്താണ് നമുക്ക് അവരിൽ നിന്ന് പഠിക്കാനുള്ളത്? നമ്പർ 1, ആരാധനയിലും ആത്മീക കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നവരായിരുന്നു. മനസ്സിലായോ? സ്റ്റുഡ് ഇൻ സ്പിരിച്വൽ കമ്മിറ്റ്മെന്റ് ആൻഡ് വർഷിപ്പ്. ആരാധനയിലും ആത്മീയ കൂട്ടായ്മയിലും ഹന്നയും അവളുടെ ഭർത്താവ് എൽക്കാനയും ഒറ്റക്കെട്ടായി നിന്നു, ഒരുമിച്ച് നിന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത് ആണ്ടുതോറും ശിലോവിലുള്ള ആരാധനാലയത്തിൽ അവർ ഒരുമിച്ച് പോകുമായിരുന്നു. ഇന്ന് അനേക വിശ്വാസികൾക്ക് ഇവരുടെ ഫാമിലി ഒരു മാതൃകയാണ്. ഇന്ന് പലരും കുടുംബമായിട്ട് ആരാധനകൾക്ക് പോകാറില്ല. മക്കൾ പോകും, അമ്മയപ്പനും പോകില്ല. ചില വീട്ടിൽ ഭാര്യയും മക്കളും പോകും, ഭർത്താവ് പോകില്ല. ചില വീട്ടിൽ ഭാര്യയും ഭർത്താവും പോകും, മക്കളും പോകില്ല. ഇങ്ങനെ കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും. നമ്മുടെ ഫാമിലി സേഫായിട്ട് എല്ലാ കാലത്തും നിൽക്കണമെങ്കിൽ ആരാധനയ്ക്ക് കുടുംബമായി പോകണം. അത് സൺഡേ സർവീസ് ആകട്ടെ, കോട്ടേജ് മീറ്റിംഗ് ആകട്ടെ, മറ്റേതൊരു കൂട്ടായ്മയിലും കുടുംബമായിട്ട് നമുക്ക് ചെല്ലാൻ കഴിയണം. നിങ്ങൾക്കറിയോ, രാമയിൽ നിന്നും 24 കിലോമീറ്റർ അകലെയാണ് ഈ ഷിലോവ അല്ലെങ്കിൽ ഈ ആരാധനാലയം അന്നിരുന്നത്. ഇപ്പൊ ഇന്നത്തെ പോലെയുള്ള യാത്ര സൗകര്യമില്ല. മലകളും കുന്നുകളും ചവിട്ടിയാണ് അവിടേക്ക് എത്താൻ. ഒന്നേ നടന്നു പോകണം, ഇല്ലെങ്കിൽ കഴുതപ്പുറത്ത് പോകണം. ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂറാണ് അവിടേക്ക് എത്താൻ ആവശ്യം വരുന്നത്. ഒരു ആരാധനയ്ക്ക് പോകാൻ 8 മണിക്കൂർ നടക്കണം, ഇല്ലെങ്കിൽ കഴുതപ്പുറത്ത് സഞ്ചരിക്കണം. ഇന്ന് നമുക്ക് ആരാധന സ്ഥലത്തിൽ പോകാൻ കാറുണ്ട്, ഇല്ലെങ്കിൽ ചർച്ചിലെ കാർ വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ടു. പക്ഷെങ്കിൽ പലരും പഠിക്കേണ്ട ഒരു പാഠമാണ് ഹന്നയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ കാരണം അവർ കുടുംബമായി ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത്. നമ്പർ 2,
അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ സ്പിരിച്വൽ ലെസൺ എന്ന് പറയുന്നത് ഭർത്താവിന്റെ ആർദ്രത നിറഞ്ഞ സ്നേഹമാണ്. ഭാര്യയുടെ മേൽ ഈ എൽക്കാനയ്ക്കുണ്ടായിരുന്ന ആർദ്രത നിറഞ്ഞ സ്നേഹവും പിന്തുണയും. ഇംഗ്ലീഷിൽ പറയാൻ പോയാൽ ഹസ്ബൻഡ്സ് ടെൻഡർ ലവ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്. എൽക്കാന ഹന്നയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പെനീനയെക്കാളും തന്നെ സ്നേഹിച്ചു. 1 ശമൂവേൽ 1-5 വാക്യം പറയുന്നത്, അവർ ആണ്ടുതോറും ആലയത്തിൽ പോയി യാഗം കഴിക്കുമ്പോൾ സമാധാന യാഗമാണ് കഴിക്കുന്നത്, പീസ് ഓഫറിങ്. ഈ സമാധാന യാഗം കഴിച്ചിട്ട് ആ യാഗമൃഗത്തിലെ മാംസം ഒരു ഭാഗം എടുത്ത് അത് ഇദ്ദേഹം ഷെയർ ചെയ്യും, ഓഹരി കൊടുത്തു എന്നാണ് വായിക്കുന്നത്. സമയമില്ലാത്തോണ്ട വായിപ്പിക്കാഞ്ഞത്. അത് പെനീനയ്ക്കും മക്കൾക്കും ഹന്നയ്ക്കും കൊടുക്കും. പക്ഷെ നിങ്ങൾ ഈ 1-5 വാക്യത്തിൽ വായിച്ചാൽ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? എൽക്കാന ഹന്നയ്ക്കോ ഇരട്ടി ഓഹരി കൊടുത്തു, ഡബിൾ പോർഷൻ. പെനീനയ്ക്കും മക്കൾക്കുമാണ് വാസ്തവത്തിൽ അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ ഈ എൽക്കാന ബലഹീനയായ, മാനസികമായി തകർന്ന, കുഞ്ഞുങ്ങളില്ലാത്ത, പെനീനയുടെ ആക്രമണം പലപ്പോഴും അനുഭവിച്ച, നീ പ്രയോജനമില്ലാത്തവൾ, നീ ഫലമില്ലാത്തവളെന്നൊക്കെ പറഞ്ഞ് അവളെ പരിഹസിച്ച, ആ മനമുറിവുകളും വേദനയും കൊണ്ട് ജീവിച്ച ഈ പാവം ഹന്നയെ തണുപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ ഇരട്ടി ഓഹരി കൊടുത്തു. എന്ന് പറഞ്ഞാൽ കൂടുതൽ മാംസം കൊടുത്തെന്ന് ചിന്തിക്കല്ലേ. മൂലഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ഏറ്റവും മെച്ചമായ ഭാഗം, ആ മൃഗത്തിന്റെ മാംസത്തിൽ ഏറ്റവും മെച്ചമായ നല്ല ഭാഗം കട്ട് ചെയ്ത് എൽക്കാന ഹന്നയ്ക്ക് കൊടുക്കണമായിരുന്നു. എന്താണ് ഇതിൽ കൂടെ മനസ്സിലാക്കുന്നത്? ഒരു നല്ല ഭർത്താവ് വേദനയോടിരിക്കുന്ന ഭാര്യയുടെ മേലുള്ള തന്റെ സ്നേഹവും തന്റെ സപ്പോർട്ടുമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നമ്പർ 3, കന്നയുടെ ഹൃദയമുരുകിയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണപാഠം. 1 ശമൂവേൽ 1-10 വാക്യം പറയുന്നത്, അവൾ ദേവാലയത്തിനകത്ത് പോയിരുന്ന് അവൾ ഹൃദയം പകർന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥനാ മനുഷ്യയായിരുന്നു. വേദനകളെല്ലാം ദൈവം മുൻപാകെ ഇറക്കി വെക്കുന്നവളാണ്. ആരെയും കുറ്റം പറയാതെ, ആരുടെയും കാരണമല്ല ഞാൻ ഇങ്ങനെ ആയതെന്ന് പറയാതെ, തന്റെ ഭർത്താവിനെയോ ആരെയും കുറ്റം പറയാതെ തന്റെ വേദനയെല്ലാം ദൈവം മുൻപാകെ ഇറക്കി വെക്കുന്ന നല്ലൊരു പെൺകുട്ടി. ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരു ഫാമിലിയിൽ കിട്ടുമെങ്കിൽ അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. വേദനയെല്ലാം ദൈവത്തോട് പറയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ അതായിരുന്നു ഹന്ന. ശമൂവേൽ പറയുന്നത്, അതെ 1 ശമൂവേൽ 10 പറയുന്നത്, അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. 3 ടൈപ്പിലെ പ്രാർത്ഥന മറുപടികളാണ് ബൈബിൾ പറയുന്നത്. 1, പ്രാർത്ഥിച്ച ഉടനെ കിട്ടുന്ന മറുപടി. ഏലിയാവിന് അത് ലഭിച്ചു. 2, പ്രാർത്ഥിക്കുമ്പോൾ മറുപടി താമസിക്കും. ഉദാഹരണമായി ബൈബിളിൽ തന്നെ ശ്രദ്ധിച്ച ചിലരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിച്ചു. അബ്രഹാമിനെ 25 കൊല്ലം കഴിഞ്ഞാണ്, 75-ാം വയസ്സിലാണ് കുഞ്ഞു വാഗ്ദത്തം ലഭിച്ചത്. നിവർത്തിയായത് 100-ലാണ്. 3, ചില പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല. നോ. ഏലിയാവ് പ്രാർത്ഥിച്ചു, മതി യഹോവേ എന്നെ എടുക്കണേ. ദൈവം പറഞ്ഞു നോ. അപ്പൊ എല്ലാ പ്രാർത്ഥനകളും കേൾക്കപ്പെടണമെന്നില്ല. പക്ഷെ ഹന്നയുടെ പ്രാർത്ഥന വളരെ ഗൗരവമായ, ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ള പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. നമ്പർ 4, ഹന്ന ദൈവത്തോട് എടുത്ത പ്രതീക്ഷയിലെ ആത്മീക പക്വത നമ്മൾ കാണാതെ. സ്പിരിച്വൽ മെച്യൂരിറ്റി ടു മേക്ക് എ വൗസ് ടു ഗാഡ്. അവൾ പ്രാർത്ഥിച്ചത് മാത്രമല്ല, ദൈവത്തോടൊരു പ്രതിഷ്ഠ എടുത്തു. എന്താ പ്രതിഷ്ഠ? ദൈവം എനിക്ക് തരുന്ന ആൺ കുഞ്ഞിനെ ഞാൻ ദൈവത്തിന് കൊടുക്കും. അല്ലെ? ഭർത്താവിനോട് ചോദിച്ചില്ല.
മറ്റാരോടും ആലോചനയില്ല. അവൾ ദൈവവുമായിട്ടൊരു പ്രതിഷ്ഠ. എനിക്ക് ആദ്യം ലഭിക്കുന്ന ആൺകുഞ്ഞിനെ ഞാൻ ദൈവത്തിന് കൊടുക്കും. നല്ലപോലെ കേൾക്കണം. ദൈവിക കാര്യങ്ങളിൽ ഹന്നയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു സ്വഭാവം. ഇങ്ങനെയുള്ള പല സഹോദരിമാരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്കൊരു സിസ്റ്ററെ ഞാൻ പരിചയപ്പെട്ടു. അവരെ ദൈവം അനുഗ്രഹിച്ച് കോടീശ്വര സ്ത്രീയാക്കി മാറ്റി. നിങ്ങൾ എങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നത്, പാസ്റ്റർ, എന്റെ ഹസ്ബൻഡ് 10-1 ദൈവത്തിന് കൊടുത്തു. 1,00,000 രൂപ കിട്ടിയാൽ 10,000. പക്ഷെ ഞാനൊരു തീരുമാനമെടുത്തു, 20,000, 20% ദൈവത്തിന് കൊടുത്തു. ആ ഡിസിഷൻ ഞാൻ വിവാഹത്തിന് ശേഷം എന്റെ വീട്ടിൽ അപ്ലൈ ചെയ്തു. എന്റെ ഹസ്ബൻഡും അത് അംഗീകരിച്ചു. അങ്ങനെ ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കാൻ തുടങ്ങി. ദൈവം ഞങ്ങൾക്ക് കോടികൾ തന്നു. ഇന്ന് ഞങ്ങൾ അനേകരെ സഹായിക്കുന്നു. അതാണ് അവളുടെ മനസ്സ്. വ്യക്തിപരമായ ആ ഒരു സഹോദരിക്ക് ആരും പറഞ്ഞില്ല, ആരും പ്രസംഗിച്ചില്ല. പേഴ്സണലി അവളുടെ ഒരു പ്രതിഷ്ഠ. ഇതുപോലെയാണ് ഹന്നയുടെ പ്രതിഷ്ഠ. എനിക്കൊരു കുഞ്ഞ് കിട്ടിയാൽ ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തുകൊള്ളാം എന്ന് 1 ശമൂവേൽ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവൾ പ്രതിഷ്ഠ ചെയ്യുകയാണ്. അങ്ങനെ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ആ പ്രതിഷ്ഠയിൽ വേറൊരു കാര്യം, അവന്റെ തലമുടി ക്ഷൗരം ചെയ്യില്ല. അതാണ് 2ാമത്തെ പ്രതിഷ്ഠ. അല്ലെ, ഇന്നത്തെ കാലത്ത് മക്കളുടെ ശരീരപ്രകൃതി സ്റ്റൈലിലൊക്കെ നമ്മൾ കയറി കൈവച്ചാൽ അവർ വിടോ. ഇടയ്ക്ക് ഒരു അപ്പൻ പറഞ്ഞത്, മകനെ മുടി കട്ട് ചെയ്യാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ബാർബർ ഷാപ്പിൽ പോയിട്ട് അവിടെ ഇരുന്നോണ്ട് വഴക്കുണ്ടാക്കും. കാരണം അവന് ഈ തൊപ്പി പോലെ ഉണ്ടാക്കണം മുടി. അപ്പനാണെങ്കിൽ അങ്ങനെയല്ല, മാതൃകയോടെ കട്ട് ചെയ്യണം. പക്ഷേ ഒരു അകത്തുള്ള ഒരു പ്രതിഷ്ഠ നോക്കണേ, കാരണം അതൊന്നും നോക്കുന്നില്ല. ഇനി 5ാമത്തെ പ്രത്യേകത, ആത്മീക അധികാരങ്ങളെ ആദരിച്ച ഹന്ന. നമുക്കൊരു ഗുണമാണ്, അല്ലെ? റെസ്പെക്ട് ഫോർ സ്പിരിച്വൽ അതോറിറ്റി. 1 ശമൂവേൽ 1:17 പറയുന്നത്, ഏലി തെറ്റിദ്ധരിച്ചു. എന്താ തെറ്റിദ്ധരിച്ചത്? 15-ാം വാക്യം പറയുന്നത്, ഹന്ന മറുപടി പറയുകയാണ്, അങ്ങനെയല്ല യജമാനനെ. എന്താ തെറ്റിദ്ധരിച്ചത്? മദ്യപിച്ചുകൊണ്ട് ഹന്ന ഇരുന്ന് പുലമ്പുന്നു എന്നാണ് തെറ്റിദ്ധരിച്ചത്. അക്കാലഘട്ടത്ത് സമാധാന യാഗം അർപ്പിക്കാൻ വരുന്ന പുരുഷ സ്ത്രീകളിൽ പലരും വീഞ്ഞു കുടിക്കുമായിരുന്നു. ആത്മീക അധപ്പതനം നിലനിന്ന ഒരു കാലമാണ്. ദർശനം കുറഞ്ഞിരുന്ന കാലം. അതുകൊണ്ട് ഒരു പക്ഷേ ഹന്ന മദ്യപിച്ചിട്ട് വന്നിരുന്ന് പുലമ്പുന്നതാണോ എന്ന് ഈ ഏലിക്ക് ഒരു തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. എങ്ങനെയുള്ള സ്ത്രീയാണ് ഹന്ന? ഓൾറെഡി മുറിവേറ്റവളാണ്, അല്ലെ? ഈ എറി കൊണ്ട പാമ്പിനെ പോലെ, ഒരു പാമ്പിനെ കല്ലെടുത്ത് എറിഞ്ഞാൽ ആ എറി കൊണ്ടാൽ പിന്നെ ഇത് ആരേലും കടിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ വളരെ മുറിവുകളാണ് അവളുടെ ഹൃദയത്തിൽ. അവളുടെ സഹോദരി അവളെ കളിയാക്കും, നാട്ടുകാർ കളിയാക്കും. ഒരു കുഞ്ഞില്ല, മാനസികമായി തകർന്നവളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശ്വാസം പറയേണ്ട പാസ്റ്റർ പറയുന്നു, നീ മദ്യപിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിരുന്നത്. ഏതൊരു സ്ത്രീയും മാനസികമായി തകർന്നു. പക്ഷെങ്കിൽ ഹന്നയുടെ പ്രതികരണം കണ്ടോ? ആത്മീക അധികാരങ്ങളും ദൈവദാസന്മാരോട് അവരുടെ ആദരവ് നോക്കണം. അങ്ങനെയല്ല യജമാനനെ. 15-ാം വാക്യത്തിൽ ഏലിയെ വിളിക്കുന്നത് യജമാനനെ. അങ്ങനെയല്ല യജമാനനെ. മനസ്സിലായത്? ദൈവദാസന്മാരോടുള്ള ബഹുമാനം, ദൈവത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അവരോട് കാണിച്ച കരുതൽ, അത് വലിയതാണ്. വയലൻസ് കാണിച്ചില്ല, അല്ലെ? ചിലയിടത്തൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിശ്വാസികൾക്ക് വയലൻസ് ഉണ്ടാകും. ഒരു ചർച്ചിൽ കൺവെൻഷൻ കഴിഞ്ഞപ്പോ ഒത്തിരി സാമ്പത്തിക കടമ. അപ്പൊ പാസ്റ്റർ പറഞ്ഞു എല്ലാരും സഹായിക്കണം. വിശ്വാസികൾ സഹായിച്ചില്ല. പാസ്റ്റർ അവസാനം അദ്ദേഹത്തിന്റെ വാഹനം പോലും വിറ്റ് കൺവെൻഷന്റെ കടം വീട്ടേണ്ടി വന്നു. ഞായറാഴ്ച ആയപ്പോ ഈ സഭാരാധനയ്ക്ക് ഓഫറിംഗ് എടുത്തു. അപ്പൊ ഓഫറിംഗില് ഈ കൺവെൻഷന് വേണ്ടി ഓഫറിംഗ് കൊടുക്കാത്ത പലരും ചെറിയ ചെറിയ നോട്ടുകൾ കൊണ്ടിട്ടു. അപ്പൊ ഓഫറിംഗ് കഴിഞ്ഞപ്പോ പാസ്റ്റർക്ക് ഭയങ്കര വിഷമായി.
ദേഷ്യമായി. കേരളത്തിലെ പാസ്റ്ററല്ലേ, ദേഷ്യം വന്നാൽ എന്ത് പറയുമെന്ന് ഞാൻ പറയട്ടല്ലോ, നിങ്ങൾക്കറിയാം. അദ്ദേഹം പറഞ്ഞു, നിന്റെയൊക്കെ 50-100 രൂപ എനിക്ക് മത്സ്യം വാങ്ങാൻ കഴിയും. ആവേശം കൊണ്ട് പറഞ്ഞത്, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ പുള്ളി പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് വിശ്വാസികളെല്ലാം വയലന്റ്. ആ ചർച്ച് 2 ഗ്രൂപ്പായി തിരിഞ്ഞു. ഒരു ഗ്രൂപ്പ് ആളുകൾ ഇറങ്ങിപ്പോയി. എന്നാൽ ഹന്നയ എന്തൊരു മഹത്തായ ഒരു സ്വഭാവമല്ലേ. ഏലിയുടെ തെറ്റിദ്ധാരണ അവൾ ഉൾക്കൊണ്ടുകൊണ്ട് യജമാനനെ എന്ന് വിളിച്ച് കീഴ്പ്പെട്ട് നിൽക്കുന്നതാണ്. ബൈബിൾ പറഞ്ഞു, നിങ്ങളെ നടത്തുന്നവർക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് അവൾ അംഗീകരിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. തെറ്റിദ്ധാരണകൾ അനേക കുടുംബങ്ങളെ തകർക്കും, അല്ലെ? ചില കുടുംബ ബന്ധങ്ങളെ പോലും തകർക്കുന്നു. ഓക്കെ, നമ്പർ 6. ആത്മീക തീരുമാനങ്ങളിൽ ഭർത്താവിന്റെ പിന്തുണ ഹന്നയ്ക്ക് ലഭിച്ചിരുന്നു. 1 ശമൂവേൽ 1:23 പറയുന്നത്, ഹന്നയുടെ തീരുമാനം ദേവാലയത്തിന്, 22-ാം വാക്യം പറയുന്നത്, 1 ശമൂവേൽ 1:22 പറയുന്നത്, കുഞ്ഞിനെ ദേവാലയത്തിന് എന്നേക്കുമായി കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. 23-ാം വാക്യം പറയുന്നു, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണേ ഹന്നയ്ക്ക്, ഈ എൽക്കാനയ്ക്ക് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. ഒരുപാട് സ്വപ്നങ്ങൾ എൽക്കാനയ്ക്ക് കാണും. പക്ഷെങ്കിൽ ഈ കുഞ്ഞിനെ എന്നേക്കുമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവാലയത്തിൽ ശുശ്രൂഷിക്കാൻ കൊടുക്കുന്നെന്ന് പറഞ്ഞപ്പോ എൽക്കാനയെ ശാസിക്കാതെ സന്തോഷത്തോടെ 24-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ വായിക്കുന്നത്, 23-ാം വാക്യത്തിൽ, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. എന്തൊരു നല്ല മനുഷ്യനാണ് എൽക്കാന, അല്ലെ? ഭാര്യ ദൈവത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുണ. 24-ാം വാക്യം പറയുന്നു, കുഞ്ഞിന് മുലകുടി മാറിയ ഉടനെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ദൈവാലയത്തിൽ. അന്നത്തെ കാലത്ത് 3 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ പാല് കൊടുക്കുക പതിവായിരുന്നു. അപ്പൊ 3 വയസ്സാകുമ്പോൾ ഒരു കൊച്ചു കുട്ടിയല്ലേ, ഒന്നും ആയിട്ടില്ല. എങ്കിലും പറഞ്ഞ പോലെ ദൈവാലയത്തിലേക്ക് ആ കൊച്ചിനെ കൊടുത്തു. കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. നല്ലപോലെ ചിന്തിക്കണം. 10 വർഷമാണ് കാത്തിരുന്നത്. ഏകദേശം 10 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയ കുഞ്ഞാണ്. ഒരു ബാരൻ വുമനായിരുന്നു. പക്ഷെ 3 വയസ്സായപ്പോ ആ കൊച്ചിനെ ദേവാലയത്തിൽ, അല്ലെ, ദേവാലയത്തിൽ കാത്തിരുന്ന്, ഇങ്ങനെ കാത്തിരുന്ന ഒത്തിരി ആളുകളുണ്ട്. സാറ് 65 കൊല്ലമാണ് ഇസഹാക്കിന് വേണ്ടി കാത്തിരുന്നത്. 65 years, 65 കൊല്ലം. 25-ാമത്തെ വയസ്സിലായിരുന്നു വിവാഹം എന്നാണ് പാരമ്പര്യം പറയുന്നത് സാറേ. അപ്പൊ 90-ാം വയസ്സിലായിരുന്നു കുഞ്ഞ് കിട്ടിയത്. അപ്പൊ 65 കൊല്ലം കാത്തിരുന്നു. റബേക്ക 20 കൊല്ലം വരെ അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉൽപ്പത്തി 2:5 അവൾ കാത്തിരുന്നു. അതുപോലെ റാഹേൽ 7 വർഷം കാത്തിരുന്നു. ഇവിടെ 10 വർഷം കാത്തിരുന്നിട്ടും കംപ്ലൈന്റ് ചെയ്തില്ല. സന്തോഷത്തോടെ ആ കൊച്ചിനെ കൊടുത്തു. 7-ാമത്തെ പ്രത്യേകത, മക്കളുടെ ആത്മീക വളർച്ചയ്ക്ക് പ്രാധാന്യത നൽകി. പ്രയോറിറ്റൈസിങ് ദ സ്പിരിച്വൽ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ. നല്ല മാതാപിതാക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, തന്റെ മക്കൾക്ക് വേണ്ടി, അവരുടെ ആത്മീയതയ്ക്ക് വേണ്ടി അവർ പ്രാധാന്യത നൽകുന്നവരായിരിക്കണം. 1 ശമൂവേൽ 2-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, കുടുംബമായി എൽക്കാനയും ഹന്നയും ആരാധനയ്ക്ക് വേണ്ടി ആണ്ടുതോറും ദൈവാലയത്തിൽ പോകുമ്പോൾ ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി കൊണ്ടുപോയി ശമൂവേലിന് കൊടുക്കുമായിരുന്നു. ദേവാലയത്തിൽ കൊച്ചിനെ കൊടുത്തായി, 3-ാമത്തെ വയസ്സിലേ കൊടുത്തു. എങ്കിലും എല്ലാ ആണ്ടും ആ കൊച്ചിന്റെ മേലുള്ള കരുതൽ, അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഒരു അങ്കി ഉണ്ടാക്കി എല്ലാ വർഷവും കൊണ്ടുകൊടുക്കും. മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ കരുതൽ ഉണ്ടാകണം. മക്കളുടെ വളർച്ചയിൽ, മക്കളുടെ മുന്നേറ്റത്തിൽ, മക്കളുടെ ആത്മീയ ജീവിതത്തിൽ
ആ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ടാകണം. വിവാഹം കഴിപ്പിച്ചു വിടുന്ന അന്ന് വരെ മകളാണോ ഒരു പയ്യന്റെ കയ്യിൽ, ഒരു പുരുഷന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കുന്നത്, മകനാണോ ഒരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിക്കും വരെ മാതാപിതാക്കളായ നിങ്ങൾ തെറ്റ് തിരുത്തണം. മക്കളുടെ തെറ്റ് തിരുത്താൻ ഭൂമിയിൽ കഴിയാമെന്നുള്ള ഒരേ ഒരാള് അമ്മയും അപ്പനും. 22-ാം അധ്യായം സദൃശവാക്യം 6-ാം വാക്യം പറയുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക. കുഞ്ഞുങ്ങളെ വളർത്താനുള്ള, അഭ്യസിപ്പിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. മക്കൾ വിലപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. പണം കൊടുത്തില്ലെങ്കിലും വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലും ഒന്ന് കൊടുക്കാൻ മറക്കരുത്, യേശുവിനെ കൊടുക്കണം. നമ്മുടെ മക്കൾ യേശുള്ളവരായി വളരണം. യേശുള്ളവരായി വളർന്നാൽ പണം വന്നോളും, വിദ്യാഭ്യാസം വന്നോളും, സൗന്ദര്യം വന്നോളും. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം അവർക്ക് നൽകും. അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഈ ഹന്നയെയും എൽക്കാനെയും മാതൃകയാക്കണം. ഇനി പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഫാമിലിയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് അക്വില പ്രിസ്കില്ല ഫാമിലിയാണ്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലാണ് ഈ ഫാമിലിയെ കുറിച്ച് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ് അക്വില പ്രിസ്കില്ലയുടെ കുടുംബം. പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫാമിലിയുമാണ്. ലാറ്റിൻ ഭാഷയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും പേര് നമുക്ക് കിട്ടുന്നത്. അക്വില ലറ്റിൻ ഭാഷയില് ഈഗിൾ എന്നാണ് അർത്ഥം, കഴുകൻ എന്നർത്ഥം. പ്രിസ്കില്ല ഗ്രീക്ക് ലാറ്റിൻ ഭാഷയില് അർത്ഥം ഉത്തമ സ്ത്രീ എന്നാണ്. ഉത്തമ സ്ത്രീ. ഇവർ ഒരുമിച്ചുള്ള കുടുംബജീവിതം, അതാണ് ഏറ്റവും അനുഗ്രഹമായി അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അക്വില പ്രിസ്കില്ലയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ? പൗലോസിനോടൊപ്പം പാർട്ട് ദൈവവേലയ്ക്ക് സപ്പോർട്ടായിരുന്ന ഈ ഫാമിലിയെ കുറിച്ച് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? നമ്പർ 1, 18-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ഏക മനസ്സോടെയുള്ള കുടുംബജീവിതമായിരുന്നു ഈ അക്വില പ്രിസ്കില്ലയുടെ കുടുംബം. യൂണിറ്റി, ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള ഐക്യത. നമ്മുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ഐക്യത ഏറ്റവും അത്യാവശ്യം. 6 പ്രാവശ്യമേ ഇവരെ കുറിച്ച് ബൈബിൾ പറയുന്നുള്ളൂ. പക്ഷെ 6 സ്ഥലത്തും രണ്ടുപേരുടെ പേര് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നതല്ല. പ്രിസ്കില്ല, അക്വില, അക്വില പ്രിസ്കില്ല. ഒരു മനസ്സോടെ ദൈവത്തെ സേവിച്ചവരാണ് രണ്ടുപേരും, ഐക്യതയോടെ. അതുകൊണ്ടാണ് ബൈബിൾ ആ ഒരു നിലയിൽ അവരെ പ്രസന്റ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും അവർ ഒരുമിച്ച് നിന്നു. ഒരുമിച്ചുള്ള ഒരു ജീവിതം ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം. ഇന്ന് പല ഫാമിലിയിലും ഈ ഒരുമിച്ചുള്ള ജീവിതമല്ല. വിവാഹം കഴിഞ്ഞ് 1 വർഷമൊക്കെ ആകുമ്പോൾ ചിലര് UK പോകും, US പോകും, മിഡിൽ ഈസ്റ്റിൽ പോകും. ജോലി സംബന്ധിച്ച് രണ്ടുപേരും 2 സ്ഥലത്താണ്. ഉപജീവന മാർഗം നിമിത്തം പലപ്പോഴും അങ്ങനെ പിരിയേണ്ട സാഹചര്യം ഉണ്ടാകാം. പക്ഷെങ്കിൽ ഏറ്റവും ബെസ്റ്റായ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയോട് മക്കളോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം. വിദേശ രാജ്യത്ത് പണിയെടുത്ത ഒരു സഹോദരൻ എനിക്കറിയാം. 28 വർഷം കോൺട്രാക്ട് വർക്കറായി. 3-4 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നാട്ടിൽ വരും. 1 മാസം മാത്രം. മക്കളുണ്ട്, ഭാര്യ. വീണ്ടും താൻ അധ്വാനിക്കാൻ 28 വർഷം വർക്ക് ചെയ്തു. പിന്നെ അവിടെ വിട്ടയച്ച് താൻ നാട്ടിലേക്ക് 6 മാസമായപ്പോൾ താൻ രോഗിയായി, മരിച്ചു പോകാൻ. ഇഷ്ടംപോലെ പണം ഉണ്ടാക്കി, മക്കളെയൊക്കെ പഠിപ്പിച്ചു. വിവാഹം കഴിച്ച ഭാര്യയോട്
തനിക്ക് വളരെ കുറച്ച് സമയമേ ജീവിക്കാൻ പറ്റും. വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരു 2 വർഷം ഒരുമിച്ച് ജീവിച്ചു. പിന്നെ അദ്ദേഹം ജോലിയുടെ പുറകെ പോയതാണ്. 28 കൊല്ലത്ത് 26 വർഷം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അധ്വാനിച്ചു. അവസാനം ഒരുമിച്ച് ജീവിക്കാമെന്ന് ആഗ്രഹിച്ചു വന്ന ജീവിക്കാൻ കഴിഞ്ഞു. അപ്പൊ പണമുണ്ടാക്കി ചെന്താണ് പ്രയോജനം? വലിയ വീട് വെച്ചിട്ട് എന്താ കാര്യം? ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് ബൈബിൾ പറഞ്ഞു പിരിഞ്ഞിരിക്കരുത്, ഒരുമിച്ചിരിക്കണം, ഭാര്യയും ഭർത്താവും. അദ്ദേഹത്തിന് വേണമെങ്കിൽ കാശുണ്ടായിരുന്നു, തന്റെ ഭാര്യയെ ജോലി സ്ഥലത്ത് കൊണ്ടുപോകാമായിരുന്നു, മക്കളെ ജോലി സ്ഥലത്ത് കൊണ്ടുപോകാമായിരുന്നു. സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് ചെയ്തില്ല. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികൾക്കും ബൈബിൾ തരുന്ന ആജ്ഞ പിരിഞ്ഞിരിക്കരുത്. ഈ പ്രിസ്കിൽ അക്വിലയെ പോലെ ഒന്നായി ചേർന്ന് നിൽക്കണം. നമ്പർ 2, അപ്പോസ്തല പ്രവൃത്തി 18:3, ഹോസ്പിറ്റാലിറ്റി ടു ഗോഡ്സ്. ദൈവദാസന്മാരെ അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് അഭയം നൽകിയവൻ. പൗലോസ് 18 മാസം ഇവരോട് കൂടെ ഉണ്ടായിരുന്നു. കൊരിന്തിൽ ഇവരോടൊപ്പം 18 കൊല്ലം താമസിച്ചു. വിവാഹിതരായ ഭാര്യയും ഭർത്താവും അവരുടെ വീട്ടിൽ അവരോടൊപ്പം. ഭാര്യ കൂടെ ഇല്ലാത്ത പൗലോസ് 18 മാസം താമസിച്ചു. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചും ആദരിച്ചും സ്നേഹിച്ചും ഈ കുടുംബം പോറ്റി. ഒരു 50 വയസ്സിന് 30 വയസ്സിന് ഇടയ്ക്കുള്ള പ്രായമാണ് ബൈബിൾ പണ്ഡിതന്മാർ പ്രിസ്കില്ലയ്ക്കും അക്വിലയ്ക്കും പറയുന്നത്. യൗവനക്കാരൻ. പക്ഷെങ്കിൽ അവരുടെ വിലപ്പെട്ട സമയം അവർ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. പൗലോസിനെ ശുശ്രൂഷിക്കുന്നത് വലിയ സന്തോഷമായി കണ്ടു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 8 വരെ വായിച്ചാൽ ദൈവത്തിന്റെ വേലക്കാരെ ശുശ്രൂഷിച്ച ഒരു ഫാമിലിയെ കാണാൻ പറ്റും. അബ്രഹാമിന്റെ കുടുംബം, അല്ലെ? 2 ദൈവദൂതന്മാർ. അവരുടെ അരികിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ വന്നപ്പോ മമ്രയുടെ തോപ്പിൽ വെച്ചാണ് ദൈവദൂതന്മാർ പ്രത്യക്ഷമാണ്. ഉടനെ അബ്രഹാം പറയുകയാണ് ഭാര്യയോട്, ഓടിപ്പോയി പറയുകയാണ്, 3 ഇടങ്ങഴി മാവ് എടുത്ത് അപ്പം. നമ്മുടെ വീട്ടിലാണ് ആരെങ്കിലും അതിഥികൾ വന്നാൽ ഇന്നത്തെ പുരുഷന്മാർ ഓടിപ്പോയി ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കണം. 3 ഇടങ്ങഴി മാവാണേ. 3 ഇടങ്ങഴി മാവെന്ന് പറയുമ്പോ ഏകദേശം 22 കിലോ മാവ്, 22 കിലോ. ഞാൻ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബൈബിൾ മാത്തമാറ്റിക്സ്, മലയാളത്തിലാണ്. നാട്ടിൽ നിങ്ങൾ വരുമ്പോ എന്നെ കോണ്ടാക്ട് ചെയ്യുക, ആ പുസ്തകം നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരാം. അതിനകത്ത് ഇടങ്ങഴി, ഷേക്കൽ, ഇതിന്റെയൊക്കെ മൂല്യം അറിയാം. 22 kg, 22 കിലോ മാവ് 90-ലധികം വയസ്സുള്ള, 90ഓളം വയസ്സുള്ള സാറ ഒറ്റയ്ക്ക് മാവിന് അപ്പം ഉണ്ടാക്കാൻ, അതിനെ കുഴച്ച് റെഡിയാക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇന്നത്തെ സാറന്മാരാണെങ്കിൽ അബ്രഹാമിനെ വോട്ടിച്ചേ. പക്ഷേ സമർപ്പണം, അതിഥി സൽക്കാരം. എന്നിട്ട് ഇവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി അബ്രഹാം ചെയ്തത് ഇളയതും നല്ലതുമായ ഒരു കന്നുകാലിയെ പിടിക്കുകയാണ്. നിങ്ങൾ അവിടെ വായിച്ചാൽ ആ ഭാഗത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 25 to 30 കിലോ വെയിറ്റ് ആണ് ബൈബിൾ പണ്ഡിതന്മാർ കാൽക്കുലേറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഒരു 15,000, 15,000 റുപ്പീസ് ഒരു കാളക്കുട്ടി. അത്രയും ചെറുത് അന്ന് വാങ്ങണം. പിന്നെ വെണ്ണ പറഞ്ഞിട്ടുണ്ട് അവിടെ, അത് 1 കിലോ. പാല് അന്നത്തെ രീതി അനുസരിച്ചാണ് പണ്ഡിതന്മാർ കൂട്ടുന്നത്, ഒരു 3 ലിറ്റർ. ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒരു ഭക്ഷണം പെട്ടെന്നുണ്ടാക്കുകയാണ്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കാണാം, 3 ഇടങ്ങഴി മാവിന് 1,500 രൂപ, കാളക്കുട്ടിക്ക് 15,000 രൂപ, 1 കിലോ വെണ്ണയ്ക്ക് 700 രൂപ, 3 ലിറ്റർ പാലിന് 150 രൂപ.
ടോട്ടൽ 17,380 രൂപ. ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് കണ്ട മൂവർക്ക് വേണ്ടി ഉണ്ടാക്കാനുള്ള ആഹാരം. സാറ സന്തോഷത്തോടെ ഒരു ചോദ്യം ചെയ്യാതെ, ഇത്രയും ചെലവ് വേണമെന്നും ചോദിച്ചില്ല, ഇത്രയും കഷ്ടപ്പെടണമെന്നും ചോദിച്ചില്ല. അവര് സന്തോഷത്തോടെ അവരെ ശുശ്രൂഷിച്ചത് കൊണ്ട് ഉൽപ്പത്തി പുസ്തകം 18:10 ദൈവദൂതന്മാർ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അടുത്ത ആണ്ട് ഈ സമയമാകുമ്പോൾ ഒരാൺ കുഞ്ഞ് ദൈവം നിനക്ക് നൽകും. അപ്പൊ ദൈവത്തിന്റെ ദാസന്മാരെ ശുശ്രൂഷിച്ചാൽ, അവർക്ക് സ്തോത്ര കാഴ്ച കൊടുത്താൽ, അവർക്ക് ഭക്ഷണം കൊടുത്താൽ, അവരെ ആദരിച്ചാൽ അതിന് പ്രതിഫലമുണ്ടെന്നല്ലേ അർത്ഥം. അത് മനസ്സിലാക്കിയിട്ടാണ് അക്വിലയും പ്രിസ്കില്ലയും പൗലൂസിനെ സ്വന്തം വീട്ടിൽ പാർപ്പിച്ച് അവരെ ശുശ്രൂഷിച്ചത്. അവരുടെ മൂന്നാമത്തെ പ്രത്യേകത, കൂടാര പണി ചെയ്തുകൊണ്ട് ദൈവവേല ചെയ്യും. അപ്പോസ്തലപ്രവൃത്തി 18:3 they did job honestly at the same time ministry. ജോലി ചെയ്തുകൊണ്ട് തന്നെ ദൈവവേല ചെയ്യും. ഇപ്പൊ 2 രീതിയിൽ ദൈവവേല ചെയ്യാം. ഫുൾ ടൈം മിനിസ്ട്രി, അപ്പൊ തന്നെ പാർട്ട് ടൈം മിനിസ്ട്രി. അവർ ടെന്റ് മേക്കേഴ്സ് ആയിരുന്നു, കൂടാരപ്പണിക്കാരാണ്. ആത്മാർത്ഥമായിട്ട് ആ പണി പോയി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞേച്ച് വന്ന് അവർ എന്ത് ചെയ്യും? കർത്താവിന്റെ വേലയും ചെയ്യും, പൗലോസിനോടും കൂടെ സപ്പോർട്ട് ചെയ്യും. അപ്പോ പണി ചെയ്യുന്നത് തെറ്റല്ല. ജോലി ചെയ്തുകൊണ്ട് ദൈവവേല ചെയ്യാനാണ് ദൈവം നിങ്ങളെ വിളിച്ചതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്താൽ കൂടുതൽ സമയം ചെയ്യാം, ഒരുപാട് കാര്യം ചെയ്യാം, പ്രതിഫലവും കൂടും. മനസ്സിലായോ? അപ്പോ അത് അവരവർക്കും ദൈവത്തിനും തമ്മിലുള്ള പ്രതിഷ്ഠയാണ്. അവര് ആണേല് ചെയ്തത് പാർട്ട് ടൈം മിനിസ്ട്രി ആയി. ബൈബിളിൽ പാർട്ട് ടൈം മിനിസ്ട്രി ചെയ്ത ഒത്തിരി പേരെ കാണാൻ കഴിയും. നമ്മള് യോബു ദൈവഭക്തനായിരുന്നുകൊണ്ട് കുടുംബകാര്യമൊക്കെ നോക്കി പോന്നു. ദാനിയേൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, അപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി നിന്നു. നെഹമ്യ അദ്ദേഹവും പിന്നെ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു, ഹാഫ് ടൈം മിനിസ്ട്രിയാണ് ചെയ്തത്. അങ്ങനെ ജോസഫ്, ബോവസ് ഇവരെല്ലാവരും ഹാഫ് ടൈം മിനിസ്ട്രി ചെയ്തു. ഇനി ഫുൾ ടൈം മിനിസ്ട്രി ചെയ്തവരെ കാണാം. മോശ 24 hours കർത്താവിന്റെ വേലയായിരുന്നു. ശമൂവേല്, ഏലിയാവ്, എലീശ, യെരേമ്യാവ്, യഹസ്കേല്, യോഹന്നാൻ സ്നാപകൻ, പത്രോസ്, അപ്പോസ്തലന്മാരെല്ലാം ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ആണ്. അപ്പൊ 2 രീതിയിലും കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റും. ഇനി നാലാമതായി പ്രിസ്കില്ല അക്വിലയുടെ 4ാമത്തെ പ്രത്യേകത, ത്യാഗോജാലമായ സ്നേഹം ദൈവവേലയോട് കാണിച്ച ധൈര്യശാലികളാണ്. സാക്രിഫിഷ്യൽ ലവ് ആൻഡ് കറേജിയസ് ഇൻ മിനിസ്ട്രി. ദൈവവേലയിൽ ത്യാഗോജലമായ സ്നേഹവും അപ്പോൾ തന്നെ ധൈര്യവും കാണിച്ചു. റോമർ 16:4 വായിക്കുന്നത്, പൗലൂസ് പറയുന്നു, എന്റെ പ്രാണന് വേണ്ടി അവർ കഴുത്തു വെച്ചു കൊടുത്തവരാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുമ്പോൾ പൗലൂസ് പ്രിസ്കില്ല അക്വിലയെ കുറിച്ച് പറയുന്നത്, എന്റെ പ്രാണന് വേണ്ടി അവർ കഴുത്തു വെച്ചു കൊടുത്തവരാണ്. കാരണം ഇവരുടെ ജീവന് വേണ്ടി അത്രയും അവര് പോരാടി. പൗലൂസിനെ രക്ഷിക്കാൻ വേണ്ടി പല പ്രതിസന്ധിയുടെ നടുവിലും അവര് ജീവൻ മരണ പോരാട്ടം നടത്തിയെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ത്യാഗോജലമായ സ്നേഹം കാണിച്ച ഒത്തിരിയാണ്. ഡോക്ടർ വില്യം ഗേറി തന്റെ ഭാര്യ 9 മാസം നിറം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഇംഗ്ലണ്ടിൽ നിന്നും ദൈവവിളി കേട്ട് ഇന്ത്യയിലേക്ക് വരും. തന്റെ ഭാര്യ ഡോറത്തിയോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് പോകും. അവള് ഗർഭിണിയാണ്, 9 മാസമായി, പ്രസവിക്കാൻ പോവാ. പക്ഷെ അവള് പറഞ്ഞു, നോ ഐ ആം ആൾസോ കമ്മിങ് വിത്ത് യു. അവളുടെ ത്യാഗോജലമായ സമർപ്പണം. 9 മാസമായ ഗർഭിണി സ്ത്രീയുമായിട്ടാണ് അവസാനം അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. അദ്ദേഹത്തിന്റെ ത്യാഗോജല പ്രവർത്തന നിമിത്തം ഇന്ത്യയിൽ വെച്ച് ഭാര്യയെ തനിക്ക് നഷ്ടപ്പെട്ടു, ഒരു മകൻ നഷ്ടപ്പെട്ടു. രാത്രികളെ പകലാക്കി നേപ്പാളി ഭാഷയിൽ, ബംഗാളി ഭാഷയിൽ വിവർത്തനം ചെയ്ത ഒരു ബൈബിൾ മുഴുവനും കത്തിപ്പോയി. ഒരുപാട് ത്യാഗം താൻ സഹിച്ചു, എന്നിട്ടും താൻ പിന്മാറിയില്ല. അത് നിമിത്തം എന്താണ് സംഭവിച്ചത്?
ഭാരതത്തിൽ ഏകദേശം 28 ഭാഷകളിൽ ബൈബിൾ, 26ഓളം ഭാഷയിൽ ഫുൾ ബൈബിൾ, 6-7ഓളം ഭാഷകളിൽ പുതിയ നിയമം. ഈ വില്യം മേരിയുടെ പ്രയത്നത്താൽ ഇന്ത്യക്ക് വലിയ ഒരു അനുഗ്രഹം, അനേകരുടെ കണ്ണ് തുറക്കാൻ അത് മുഖാന്തരമായി. ഇതുപോലെ ദൈവവേലയോട് ത്യാഗോജലമായ സ്നേഹം കാണിക്കുന്ന പ്രിസ്കില്ല, അക്വില, നമ്മളും ദൈവത്തോടും ദൈവവേലക്കാരോടും സുവിശേഷ വേലയോടും സുവിശേഷ വേല നിമിത്തം നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെല്ലാം പ്രതിഫലമുണ്ട് എന്നതാണ് അവരുടെ കുടുംബജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്പർ 5, പുരുഷാധിപത്യ തലമുറയ്ക്ക് ഇവർ മാതൃകയായിരുന്നു. പരസ്പര ബഹുമാനമാണ്. അക്വില പ്രിസ്കില്ലയുടെ ഇടയ്ക്ക് ഒരിക്കലും വഴക്കുണ്ടായതായി ബൈബിളിൽ കാണാം. 18 മാസം പൗലോസ് അവരൊപ്പം പാർത്തിട്ടു. പരസ്പരം അവർ സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ്. പല സ്ഥലങ്ങളിലും പ്രിസ്കില്ലയുടെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ബൈബിൾ. പ്രിസ്ക ആൻഡ് അക്വില. പുരുഷാധിപത്യം ആ കാലഘട്ടം നിലനിന്നിരുന്നു. സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും കൊടുത്തിരുന്നില്ല. ആ ഒരവസ്ഥയെ പൊളിച്ചു പണിയാൻ പ്രിസ്കില്ലയുടെയും അക്വിലയുടെയും ജീവിതം ഒരു മുഖാന്തരമായി മാറി എന്നതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും പറഞ്ഞ് ആ 2 കുടുംബത്തിന്റെ മാതൃക നാം ഓരോരുത്തരും ഏറ്റെടുത്ത് ഈ കാലഘട്ടത്ത് കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കുടുംബ ജീവിതത്തിനകത്ത് തുല്യമായ ഉത്തരവാദിത്വം ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. എങ്കിലും ദൈവം പണിയുന്ന വീട്ടിൽ ഒരു സ്ത്രീക്ക് കൂടുതൽ പ്രാധാന്യത ബൈബിളിൽ നൽകപ്പെട്ടിട്ടുണ്ട്. സദൃശവാക്യം 19-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നത്, ബുദ്ധിയുള്ള സ്ത്രീ, സാമർഥ്യമുള്ള സ്ത്രീ ഒരു ഭർത്താവിന് കിട്ടുമ്പോൾ നന്മ കിട്ടുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യ കിട്ടുന്നവന് നന്മ കിട്ടും. അപ്പൊ ഭാര്യ എന്ന് പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നന്മയാണ്. അതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ബൈബിൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സ്ത്രീക്കുള്ള സാമർത്ഥ്യത ആ കുടുംബത്തെ പണിയാൻ ഏറ്റവും ശക്തമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും. സദൃശവാക്യം 31-ാം അധ്യായത്തില് സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന 7 വിധ കഴിവുകളെ കുറിച്ച് കാണാൻ കഴിയും. മനസ്സിലായോ? സാമർത്ഥ്യമുള്ള സ്ത്രീകളുടെ 7 പ്രവർത്തികളെ കുറിച്ച് സദൃശവാക്യം 31-ൽ കാണാൻ കഴിയും. അതിൽ നമ്പർ 1 ഞാൻ പറഞ്ഞു പോകുന്നത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ്. പോർഷൻ 1 31:12 പറയുന്നു, അവൾ പുരുഷന് ഭർത്താവിന് നന്മ ചെയ്യും. സാമർത്ഥ്യമുള്ള ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് ഒരിക്കലും നഷ്ടം വരുത്തില്ല, നഷ്ടം വരുത്തി വയ്ക്കില്ല. അവൾ നന്മ മാത്രമേ ഉണ്ടാക്കി നൽകൂ. സാമ്പത്തികം അവൾ തകർക്കില്ല. വീൺ ചെലവുകൾ അവൾ ഒഴിവാക്കും. ഭർത്താവിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ മാക്സിമം അവൾ ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കും. ഭർത്താവിന് അവൾ നന്മ മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് നമ്മൾ വായിക്കുന്നത്. വിദേശത്ത് പോകാൻ പുറപ്പെടുന്ന ഭർത്താവ് ഭാര്യയെ കൊണ്ടുപോകാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബോക്സും വീസയും പാസ്പോർട്ടും ഒക്കെ എടുത്ത് കിണറ്റിലിട്ട ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ നടന്നതാണ്. രാത്രിയായിരുന്നു സംഭവം. അതിരാവിലെയാണ് ഫ്ലൈറ്റ്. രാവിലെ അയച്ച് പോകാൻ തുടങ്ങുമ്പോൾ ആ ചെറിയ പെട്ടി കാണാനില്ല. പക്ഷേ ഒരു നല്ല സ്ത്രീ അത് ചെയ്യും. തന്റെ ഭർത്താവ് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കും. അതാണ് 31:12. 2 13-ാം വാക്യം പറയുന്നു, അവൾ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നു. അവൾ ഉത്സാഹത്തോടെ വീട്ടിൽ പണിയെടുക്കും. ഉത്സാഹിയായിരിക്കണം ഭവനങ്ങളിലെ സഹോദരിമാർ, സ്ത്രീകൾ. കണ്ടിട്ടുണ്ടോ ഉത്സാഹികളായ സഹോദരിമാരെ? ചില വീടുകളിൽ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ആ വീട്ടിലെ സഹോദരിയുടെ ഉത്സാഹം അറിയാം. ആ വീട്ടിലെ ക്ലീൻനെസ്,
ആ വീട്ടിന്റെ ഭംഗി, ആ വീട്ടിന്റെ മുറ്റം ഒക്കെ കാണുമ്പോൾ എങ്ങനെയുള്ള ഒരു സഹോദരിയാണ് ആ വീട്ടിനകത്തുള്ളതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. നമ്പർ 3, 15-ാമത്തെ വാക്യം പറയുന്നു, അവൾ അതിരാവിലെ എണീക്കുന്നു. അതിരാവിലെ എണീക്കുന്നു അല്ലെ? ഇപ്പൊ ജർമ്മനിയിൽ നിങ്ങളുടെ ടൈമും അവിടുത്തെ ജോലിയും സിസ്റ്റവും എനിക്കറിയാം. കേരളക്കരയിൽ ഈ വാക്യം വളരെ യോജിക്കും. പണ്ട് അമ്മച്ചിമാർ അതിരാവിലെ 4 മണിക്ക് എണീറ്റിരുന്ന് അവര് പാട്ടുപാടി പ്രാർത്ഥിക്കുമായിരുന്നു. പല ഭർത്താക്കന്മാരും അന്ന് കുടിയന്മാരായിരുന്നു, മദ്യപാനികളായിരുന്നു. പക്ഷെ അവര് ഉഷകാലം എഴുന്നേൽക്കുക എന്നുള്ള പാട്ട് പാടി ബൈബിളും വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ അടുക്കള പഠിക്കുന്നത്. അതിരാവിലെ എണീറ്റ് പുരുഷൻ മക്കൾ എണീക്കുന്നതിന് മുന്നേ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ആ നല്ല ശീലം ഒരു സാമർഥ്യമുള്ള സ്ത്രീക്ക് ഉണ്ടാകണം. നമ്പർ 4, 20-ാം വാക്യം പറയുന്നു, അവർ എളിയവരെ സഹായിക്കും. സാമർഥ്യമുള്ള സ്ത്രീയുടെ പ്രത്യേകത, അവൾ എളിയവരെ, ദരിദ്രരെ, കഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് നന്മ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യും. നമ്പർ 5, 26-ാം വാക്യം പറയുന്നു, അവൾ ജ്ഞാനത്തോട് സംസാരിക്കുന്നു. എന്താണ് എൻ്റെ അർത്ഥം? വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന രീതിയിൽ അവൾ സംസാരിക്കും, മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല. അവളുടെ വാക്കുകൾ ജ്ഞാനത്തോടുള്ള വാക്കുകളാണ്. ഒരു ഇറ്റാലിയൻ സ്റ്റഡി പറയുന്നത് ഒരു സ്ത്രീക്ക് ഒരു ദിവസം 14,000 വാക്കുകൾ സംസാരിക്കാൻ പറ്റുമോ? പുരുഷന്മാർക്ക് നേരെ തിരിച്ച് 7,000 വാക്കുകൾ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പുരുഷന്മാർക്ക് സംസാരിച്ച് വാക്കുകൾ തീരും. ജോലിക്കൊക്കെ പോയച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാം തീരും. സഹോദരിമാർക്ക് എല്ലാം തീരില്ല, വീണ്ടും ഒരു 8,000 കാണും. അപ്പൊ പലരും വഴക്കുണ്ടാക്കി ഇത് തീർക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ വാക്കുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നല്ല കാര്യം സംസാരിച്ച് തീർക്കണം. ജ്ഞാനത്തോടെ സംസാരിക്കാം. വാക്കുകൾ ഊവെന്നുമില്ല എന്നും ഇരിക്കണം. നമ്പർ 6, 27-ാം വാക്യം പറയുന്നു, അവൾ വീട്ടുകാരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചു നോക്കുന്നു. നല്ല കുടുംബിനിയായ സാമർഥ്യമുള്ള ഒരു സ്ത്രീ വീട്ടുകാരുടെ പെരുമാറ്റം, തന്റെ ഭർത്താവിന്റെ പെരുമാറ്റം, വീട്ടിലെ ജോലിക്ക് വരുന്ന പെൺകുട്ടിയുടെ പെരുമാറ്റം, മക്കളുടെ പെരുമാറ്റം, അവരുടെ വസ്ത്രധാരണം, അവരുടെ പോക്ക് എല്ലാം ഇവർ ശ്രദ്ധിച്ചു നോക്കും. അമ്മമാര് ചോദിക്കും, എന്തുവാടി ഈയിടെയായിട്ട് നിന്റെ ഉടുത്തൊരുങ്ങലിനൊക്കെ ഒരു മാറ്റം, എന്തുവാ നിന്റെ ഹെയർ സ്റ്റൈലിനൊരു മാറ്റം, നേരത്തെ പോലെയൊന്നും അല്ലല്ലോ, ഇപ്പൊ നിന്റെ പോക്ക് കുറെ വ്യത്യാസമാണല്ലോ, ഫോൺ വിളിക്ക് കുറെ മാറ്റം. അമ്മമാർക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ. അവര് പെരുമാറ്റം സൂക്ഷിച്ചു നോക്കും. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന സഹോദരിമാർക്കൊന്നും അറിഞ്ഞുകൊണ്ടാന്ന് ചിന്തിക്കല്ലേ. അവർക്ക് ഭയങ്കര ജ്ഞാനമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവിക ജ്ഞാനത്തിൽ അവരതെല്ലാം കണ്ടുപിടിക്കും. ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. നമ്പർ 7, 7, 28, 29 വാക്യങ്ങൾ പറയുന്നു, അവളുടെ മക്കളും ഭർത്താവും അവളെ പ്രശംസിക്കുന്നു. സാമർഥ്യമുള്ള ഒരു ഭാര്യയെ മക്കളും ഭർത്താവും പ്രശംസിക്കുന്നു. ഇവളെ പോലൊരു ലാവണ്യം നിറഞ്ഞ ഒരു സ്ത്രീ ഇല്ല എന്നവര് പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫാമിലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രധാനമായിട്ട് ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. 3-4 കാര്യം. മിക്കവാറും എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങൾ സോൾവ് ആകാൻ വേണ്ടി പ്രധാനമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, ഗീവ് പ്രയോറിറ്റി ടു ഗോഡ്. ദൈവത്തിന് പ്രാധാന്യത കൊടുക്കുക. ദൈവത്തിന് പ്രാധാന്യത കൊടുക്കുക. ഏത് വീട്ടിനകത്തുള്ള പ്രശ്നവും ദൈവത്താൽ മാത്രമേ തീരുള്ളൂ. കൗൺസിൽ ചെയ്യുന്നവരാൽ തീരില്ല. ആരൊക്കെ കൗൺസിൽ ചെയ്താലും ഉപദേശിച്ചാലും പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ദൈവത്തിന് 1-ാം സ്ഥാനം. ദൈവം നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള വ്യക്തിയായി മാറണം. അതാണ് 1-ാമത്തെ കാര്യം. നമ്പർ 2,
നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പാരൻസിനെ സ്നേഹിക്കണം. ലവ് യുവർ പാരൻസ്. വിവാഹം കഴിഞ്ഞതുകൊണ്ട് എല്ലാം തീർന്നെന്ന് ചിന്തിക്കണം. പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മരിക്കും വരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യവും ഭംഗിയായി ചെയ്തു കൊടുക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്നത്തെ കാലത്ത് പല അമ്മയപ്പന്മാരും അനാഥ മന്ദിരങ്ങളിൽ, വൃദ്ധസദനങ്ങളിൽ കടന്ന് മരിക്കുന്നു. നേരിട്ട് പോയി നോക്കാൻ പോലും മരണസമയത്തിൽ പോലും പലർക്കും സമയമില്ല. ലൈവിലൂടെ, ലൈവ് സ്ട്രീം അല്ലെ, മരണസമയത്ത് ഒരു 1 ലക്ഷം രൂപ അയച്ചു കൊടുക്കും. അവിടെയുള്ള ആരെങ്കിലും ശവടക്കം നടത്തും. ഇവരിവിടെ ഇരുന്ന് ലൈവ് സ്ട്രീം 1 മണിക്കൂർ കാണും. ഇതാണോ ബൈബിൾ വെളിപ്പെടുത്തുന്ന യഥാർത്ഥമായ ബന്ധം? ഇതല്ല. സ്വന്തം അമ്മയും അപ്പനെയും സ്നേഹിക്കണം, ജീവൻ കൊടുത്ത് സ്നേഹിക്കണം. അവർക്ക് കൃത്യമായി മെഡിസിൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കണം. കാരണം നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിന്റെ അമ്മയും അപ്പനെയും ബഹുമാനിക്കണം. ദൈവം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണത്. അതുകൊണ്ട് ഒരിക്കലും പേരൻസിനെ നിരസിക്കരുത്, അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. മൂന്നാമതായി, ബി ഫെയ്ത്ത്ഫുൾ ഇൻ റെസ്പോൺസിബിലിറ്റീസ്. കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളിലും വിശ്വസ്തരായിരിക്കണം. എന്ന് പറഞ്ഞ കടമകൾ, ഡ്യൂട്ടീസ്. എന്ത് ഡ്യൂട്ടീസ് ഒക്കെയാണുള്ളത്? എഫേസ്യർ 5:33 ഒരു സ്ത്രീയോട് ബൈബിൾ പറയുന്നു, ഭർത്താവിനെ ബഹുമാനിക്കണം. അത് കടമയാണ്. സ്വന്തം ഭർത്താവിന് ഒരു ഭാര്യ മസ്റ്റായിട്ട് ബഹുമാനിക്കണം. തീത്തോസ് 2:4 ബൈബിൾ പറഞ്ഞു, ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. അദ്ദേഹം ചിലപ്പോൾ വയലന്റ് ആകാം, ചിലപ്പോൾ മൃഗീയനായിരിക്കാം, ചിലര് സൈലന്റ് ആയിരിക്കാം, വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരിക്കാം. എങ്കിലും അവരെ എന്റെ ഭർത്താവാണ്, ദൈവം എനിക്ക് നൽകിയ എന്റെ ഭർത്താവാണെന്ന നിലയിൽ സ്നേഹിക്കണം. എഫേസ്യർ 5:22 ആ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. സ്വന്തം ഭർത്താവിന് കീഴ്പ്പെടുക, കീഴടങ്ങിയിരിക്കുക, അത് ബൈബിൾ ആജ്ഞയാണ്. ഇതുപോലെ തന്നെ ഭർത്താവിനും ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. എന്താണ് ഭർത്താവിനുള്ള ഉത്തരവാദിത്വം? എഫേസ്യർ 5:29 പറഞ്ഞു, ഭാര്യയെ പൊത്തി പുലർത്തണം. അവൾക്ക് വേണ്ടതെല്ലാം, ഭക്ഷണം മാത്രമല്ല, അതിനകത്ത് എല്ലാം വരണം. എഫേസ്യർ 5:25 സ്വന്തം ശരീരം പോലെ ഭാര്യയെ സ്നേഹിക്കണം. സ്വന്തം ശരീരത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതുപോലെ. കൊലോസ്യർ 3:19 ഭാര്യയോട് കയ്പായിരിക്കരുത്. ചിലര് ഒരേ വീട്ടിലാ താമസിക്കണേ, ഭാര്യയോട് മിണ്ടില്ല. മിണ്ടിയാലും പുറമേയാണ്, അഹമയുള്ള മിണ്ടാട്ടവും അഹമേ കയ്പാണ്, പിണക്കമാണ്. അത് ഭയങ്കര കുറ്റമാണ്, പാപമാണ്, സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, ദൈവരാജ്യം നഷ്ടപ്പെടും. അങ്ങനെ ആരും പിണങ്ങിയിരിക്കരുത്. മിണ്ടണം, ഒരുമിച്ച് ജീവിക്കണം. സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കയ്പിന്റെ വേരുകളെല്ലാം വെട്ടിക്കളയണം. 1 പത്രോസ് 3:7 പറഞ്ഞു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കണം. കുറെ ബലഹീനതകൾ ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടാകും. അത് ജന്മനാ ഉള്ളതാണ്. മനഃശാസ്ത്രപരമായി നോക്കിയാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ തലച്ചോറിൽ 2 ബോൾ ദൈവം തന്നിട്ടുണ്ട്. മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയുന്നു, 2 ബോൾ. ഇതിനെ ന്യൂ ബ്രെയിൻ, ഓൾഡ് ബ്രെയിൻ എന്ന് പറയും. സൈക്കോളജിക്കൽ ടെർമിനോളജിയാണ്. പഴയ തലച്ചോറ് പുതിയ തലച്ചോറ് എന്ന് വ്യാഖ്യാനിക്കല്ലേ, അത് സൈക്കോളജിക്കൽ ടേമാണ്. അപ്പൊ സ്ത്രീകൾക്ക് ഈ ഓൾഡ് ബ്രെയിൻ വലുതാണ്, ന്യൂ ബ്രെയിൻ ചെറുതാണ്. ഇപ്പൊ 2 ബോൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ന്യൂ ബ്രെയിൻ, ഓൾഡ് ബ്രെയിൻ എന്ന് പറയും. സ്ത്രീകൾക്ക് ഓൾഡ് ബ്രെയിൻ വലുത്, ന്യൂ ബ്രെയിൻ ചെറുത്. പുരുഷന്മാർക്ക് ന്യൂ ബ്രെയിൻ വലുത്, ഓൾഡ് ബ്രെയിൻ ചെറുത്. അപ്പൊ എന്താ കുഴപ്പം? ഫാമിലിക്കകത്ത് പുരുഷൻ ചിന്തിക്കുന്ന പോലെ ഭാര്യയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വരും.
ഭാര്യയെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നു, ഉദ്യോഗം മാത്രം ചെയ്യാത്ത എന്തുവാ? അങ്ങനെ ചിന്തിക്കരുത്. കാരണം ജന്മസിദ്ധമായി ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ബ്രെയിനിന്റെ ജന്മസിദ്ധമായ കഴിവ് എങ്ങനെയെന്ന് അറിയണ്ടേ? ഈ ഓൾഡ് ബ്രെയിൻ വലുതായതുകൊണ്ട് സഹോദരിമാർക്ക് ഒരു 3-4 പ്രത്യേകത അറിയാം, പുരുഷന്മാർക്ക് ഇല്ലാത്തത്. അപ്പൊ അതെന്നാന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇവരുടെ വീക്ക്നെസ് ആണ്. ഒന്നും ചിന്തിക്കാതെ കരുതി, വിത്തൗട്ട് തിങ്കിങ് ദേ വിൽ ടേക്ക് എ ഡിസിഷൻ. ആഴം അറിയാത്ത വെള്ളത്തിൽ കാല് വെക്കുന്ന വഴി. ആഴം അറിയില്ല, വെള്ളം കണ്ടു ഉടനെ കാല് വെച്ചു. മുക്കിലിട്ട് പോയപ്പോഴാ, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയപ്പോഴാ മനസ്സിലായത് അയ്യോ വേണ്ടായിരുന്നു. അത് ഈ ന്യൂ ബ്രെയിൻ ചെറുതായത്, ഓൾഡ് ബ്രെയിന്റെ പ്രത്യേകത. അപ്പൊ ഇതൊരു വീക്ക്നെസ് ആണ്. ഇത് മനസ്സിലാക്കി സഹോദരന്മാർ സ്നേഹിക്കണം. അതുകൊണ്ടാണ് അവർ ബലഹീന പാത്രമെന്ന് ബൈബിൾ പറയുന്നു. നമ്പർ 2, അപ്പൊ തന്നെ ഇവർക്ക് നല്ല കാര്യം ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് 2 കാര്യം ചെയ്യാൻ പറ്റും സഹോദരിമാർക്ക്. കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോയി നോക്കണേ, മലക്കറി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ സംസാരിക്കും. സഹോദരന്മാർ ശ്രമിച്ചു നോക്കിയേ, അവസാനം കയ്യെ വെട്ടുകൊടുക്കും. സഹോദരന്മാരും അരിയുമ്പോൾ സംസാരിക്കും, പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിർത്തും. ആ മലക്കറി വെട്ടുന്ന നിർത്തി വെച്ചേ സംസാരിക്കും, വീണ്ടും വെട്ടും. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, 2 കാര്യം ഒരേ സമയത്ത് ചെയ്യണം. അത് ദൈവം കൊടുത്ത ഒരു നന്മയാണ്, കാരണം ഓൾഡ് ബ്രെയിന് വലുതാണ്. 3, ഓർമ്മശക്തി സഹോദരിമാർക്ക് കൂടുതലാണ്. 10 കൊല്ലത്തിന് മുന്നേ ഒരാളിനെ പരിചയപ്പെട്ടാലും ഓടിക്കൂടെ വിളിച്ചാൽ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കും. സഹോദരന്മാരാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ കണ്ട് സംസാരിച്ചാലും പറയും ഓർക്കുന്നില്ലല്ലോ. കാരണം ഈ ഓൾഡ് ബ്രെയിന് അവർക്ക് വലുതും നമുക്ക് ചെറുതായി പോയതുകൊണ്ട്. നമ്പർ 4, സഹോദരിമാർ ക്ഷമിക്കുന്നവരാണ്, മറക്കുന്നവരല്ല. മനസ്സിലായോ? ഇവർ ക്ഷമിക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, മറക്കില്ല. 10 കൊല്ലം കഴിഞ്ഞാലും വഴക്കുണ്ടാകുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം അതെല്ലാം വീണ്ടും പറയും. മനസ്സിലായി? എല്ലാം വിട്ടതാ, മറക്കില്ല. ഇതുപോലെ തന്നെ ഈ ന്യൂ ബ്രെയിനും വലുതായതിന് ചില വീക്ക്നെസ്സും ചില നന്മയും ഉണ്ട്. പുരുഷന്മാരുടെ ന്യൂ ബ്രെയിൻ, അത് സ്ത്രീകൾ മനസ്സിലാക്കണം. എന്റെ ഭർത്താവ് എന്നെ പോലെ ആകാൻ പറ്റില്ലെന്ന് അറിയണം. എങ്ങനെയാണ്? നമ്പർ 1, ഇവര് താമസിച്ചേ തീരുമാനം എടുക്കും. ആള് മരിച്ചാലും വെള്ളം കൊടുക്കില്ല. സുഖമില്ലാതെ കിടക്കുന്ന ആൾ വെള്ളം ചോദിക്കുകയാണ്, നോക്കട്ടെ, ആലോചിക്കട്ടെ. മനസ്സിലായി? തക്ക സമയത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കില്ല, വളരെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുള്ളൂ. സഹോദരിമാർ നേരെ തിരിച്ചാണ്. നമ്പർ 2, ഈ ക്ഷമിക്കുന്ന അനുഭവം പല പുരുഷന്മാർക്കും ഇച്ചിരി കുറവ്. ക്ഷമിക്കില്ല. ഒരു തെറ്റ് കണ്ടാൽ അത് ചോദിച്ച് അത് മനസ്സിലാക്കി അതിനുള്ള പനിഷ്മെന്റ് കൊടുത്തിട്ടേ ഇവരെന്ത് ചെയ്യുള്ളൂ, അടങ്ങും. അത് നമ്മുടെ ജന്മസിദ്ധമായ ഒരു സ്വഭാവമാണ്. രക്ഷിക്കപ്പെട്ട ദൈവദാസന്മാർ, സഹോദരന്മാർ അതെന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. നമ്പർ 3, പെട്ടെന്ന് കോപം, ക്വിക്ക് ടെമ്പർ. അത് പുരുഷന്മാർക്കുള്ള ഈ ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ്. ക്വിക്ക് ടെമ്പർ, പെട്ടെന്ന് കോപം വരും. തെറ്റുകൾ കണ്ടാൽ ഒരു കോപം വരും. 4മതായി മറതിയാണ്, വേഗത്തിൽ മറന്നു പോകണേ. അപ്പൊ ഇങ്ങനെയുള്ള വീക്ക്നെസ്സുകൾ ഉള്ളത് കൊണ്ട് റെസ്പോൺസിബിലിറ്റീസിൽ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ആ സമയത്ത് സമീപനം പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് പുരുഷനും ഭാര്യയ്ക്കും ഉണ്ടാകണം. നമ്പർ 4, ഹാർഡ് വർക്കാണ്. മനസ്സിലായോ? കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കണം, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. 5മതായി ദൈവം ആഗ്രഹിക്കുന്നത് മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകണം. ഗുഡ് മോഡൽ ഫോർ ചിൽഡ്രൻ. ഇന്നും അനേക ദൈവദാസന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങളുടെ മാതാപിതാക്കൾ കാണിച്ച നല്ല മാതൃകയാണ്. അവര് ദൈവത്തെ സേവിച്ചത്, അവർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചത്, ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അത് അടുക്കളയിൽ ഇട്ടേച്ച് ആരാധനയ്ക്ക് ഓടിപ്പോയത്, രാത്രിയുടെ യാമത്ത് വിളക്ക് കൊളുത്തി വെച്ച് ബൈബിള് വായിച്ചത്, അതിരാവിലെ എണീറ്റിരുന്ന് പ്രാർത്ഥിച്ചത്. ഇതൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് മാതൃകയായിട്ട്. ഇന്ന് ദൈവത്തെ സേവിക്കുന്ന നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം.
എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ കഴിയൂ. എല്ലാറ്റിനും മേലെ ദൈവം നമ്മുടെ കുടുംബത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിയായി മാറും. ദൈവികതയ്ക്ക് 1-ാം സ്ഥാനം നമ്മുടെ ഭവനങ്ങളിൽ ആകണം. നമ്മുടെ കണ്ണുകളെല്ലാം അടച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഒത്തിരി കാര്യങ്ങൾ, വളരെ സമയം കുറവായതുകൊണ്ടാണ് വിശദീകരിക്കാതെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയത്. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഈ സത്യവചനങ്ങളൊക്കെ കേട്ട എല്ലാ ദൈവദാസ്യം സഹോദരിമാർ, സഹോദരങ്ങൾ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം. കുറെ അറിവ് നമുക്ക് ലഭിച്ചതല്ല, ഇൻഫോർമേഷൻസ് അല്ല, പ്രാക്ടിക്കലായിട്ട് ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം കൃപ നൽകുവാൻ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളെ സാത്താൻ പൊളിക്കാൻ ഈ കാലഘട്ടത്തിൽ ഒത്തിരി തന്ത്രങ്ങളും നയങ്ങളും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്താലും പ്രാർത്ഥനയാലും ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാലും സാത്താനിയ മുഖങ്ങളെ തകർത്തുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ തലമുറകളെ ക്രിസ്തുവിൽ തികഞ്ഞവരായി വളർത്താൻ, ദൈവം നൽകിയ ഭാര്യ ഭർത്തൻ ബന്ധത്തെ പവിത്രമായി നിർത്താൻ ഇന്ന് രാത്രിയിലും നമുക്ക് കഴിയാൻ, ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ലഭിക്കാൻ എല്ലാവരും ദൈവസന്നിധി സമർപ്പിച്ചാണ്. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിലും ഈ വചനങ്ങൾ കേട്ട, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ സഹോദരന്മാർ, സഹോദരിമാർ, ദൈവഭക്തന്മാർ, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഏൽക്കാന ഹന്നയുടെ കുടുംബത്തെ പോലെ, പ്രിസ്കില്ല അക്യുലയുടെ കുടുംബത്തെ പോലെ ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മാനസികമായി, ശാരീരികമായി, ആത്മീയമായി, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹവും നന്മയും ഉണ്ടാകാൻ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കാഴ്ചവെക്കാൻ എല്ലാവർക്കും കൃപ നൽകണം. ദൈവം നൽകിയ എല്ലാ സന്ദേശങ്ങൾക്കായും എല്ലാ മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ.